ഹായ്, ബ്രിഡ്ജ് കോഴ്സിൻ്റെ പാർട്ട് 7 അഥവാ ജേണൽ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡേ ടു ഡേ ഉണ്ടാവാറുണ്ട്. അതെല്ലാം ഓർത്ത് കൃത്യമായി അതിൻ്റെ എമൗണ്ടും ഡേറ്റും ഒക്കെ ഓർത്തെടുക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ മനുഷ്യൻ്റെ ഒരു പരിമിതി തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഏത് കാലത്തും നമുക്ക് മുൻകാലങ്ങളിൽ നടന്ന ട്രാൻസാക്ഷൻസൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതൊക്കെ ആവശ്യമായി വരുമ്പോൾ അപ്പോൾ നമുക്ക് എടുത്തു നോക്കാൻ നമ്മളൊരു സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യണം. ആ ബുക്കിനെ നമുക്ക് ജേണൽ ബുക്ക് എന്ന് വിളിക്കാം. നമുക്ക് ഒരു നോർമലി ഒരു 3 ബുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതിലൊന്നാണ് ജേണൽ ബുക്ക്. നമുക്കറിയാം, അക്കൗണ്ടൻസിയുടെ പ്രോസസ്സിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സാണ് റെക്കോർഡിംഗ് അഥവാ ജേണൽ. അതുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ ഡിസ്കഷനാണ് ഇന്ന് നമുക്കുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ നമ്മൾ പാർട്ട് 6 കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന ജേണൽ എൻട്രിയിലേക്കുള്ള ഓരോ ചവിട്ടുപടികളായിരുന്നു. ഇനിയാണ് നമ്മൾ യഥാർത്ഥമായ അക്കൗണ്ടൻസിയെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അക്കൗണ്ടൻസിയുടെ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തന്നെയാണെന്ത്, ഈ പറയുന്ന ജേണൽ എന്ന് പറയുന്ന ഈ ടോപ്പിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഭാഗങ്ങൾ വളരെ ശ്രദ്ധാപൂർവം, വളരെ സിസ്റ്റമാറ്റിക്കായി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ആമുഖമായി പറയുകയാണ്. ഓക്കെ. എ പേഴ്സൺ ഷുഡ് നോട്ട് ഗോ ടു സ്ലീപ്പ് അണ്ടിൽ ഡെബിറ്റ് ഈക്വൽസ് ദ ക്രെഡിറ്റ്. അഥവാ ഒരു വ്യക്തി ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാവുന്നത് വരെ ഉറങ്ങാൻ പോകരുത് എന്നുള്ളതാണ് ലൂക്ക പാസിയോളിയുടെ വാക്കുകളാണ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊന്നുണ്ട്. ഡ്രീമിനെക്കുറിച്ച് കലാം സാർ പറഞ്ഞത്. കലാം എന്ന് പറയുമ്പോൾ അബ്ദുൽ കലാം. അതോ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എന്തെങ്കിലുമുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സ്വപ്നം. അതോ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാതെ അത്രമേൽ ആഴത്തിൽ അത് ആഗ്രഹിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതാണെന്ത്, സ്വപ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് അത് ഇതിനോട് ഉപമിക്കാം. കാരണം എ പേഴ്സൺ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യരുത്, ഉറങ്ങരുത് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിങ് പ്രൊഫഷണൽ ആളുകൾ ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാവാതെ. എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാവുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടൻസിയുടെ ഒരു കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ അക്കൗണ്ട്സ് മൊത്തമായി ഉള്ളത് എന്ന് നമ്മൾ അവിടെ സാന്ദർഭികമായി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രാൻസാക്ഷന് 2 ഇഫക്റ്റുകളാണുള്ളത്. അതൊന്ന് ഡെബിറ്റും മറ്റൊന്ന് എന്താണ്, ക്രെഡിറ്റുമാണ്. ഒന്ന് ഗിവിങ് ആസ്പെക്റ്റാണ്, മറ്റൊന്ന് എന്താണ്, റിസീവിങ് ആസ്പെക്റ്റാണ്. അഥവാ ഒരു ഇൻഫ്ലോ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം പോലെയാണ് ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, ഒരാൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കാൻ കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ട്സ് സം എക്സ്റ്റെൻറ്റ്, ഒരു പരിധി വരെ എന്താണ്, പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാവാം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു കോട്ടുള്ളത്. വളരെ പ്രശസ്തമാണ്. ലൂക്ക പാസിയോളി എന്നുള്ളത് അക്കൗണ്ടൻസിയുടെ പിതാവാണ്. അപ്പോൾ നമുക്ക് ഇനി ലൂക്ക പാസിയോളിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ലൂക്ക പാസിയോളി, ദ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 1447 എന്ത് ചെയ്തിട്ടുള്ളത്, ജനനം. മരണം 1517. അത് 70 വർഷത്തോളം എന്ത് ചെയ്തു, ജീവിച്ചു. ഇനി ഇറ്റലിക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ് എന്നല്ല, മാത്തമാറ്റീഷ്യനാണ് ആൻഡ് റൈറ്ററാണ്. ഓക്കെ. പിന്നെ പറയുന്നത് ഹി വാസ് ആൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ, ഇറ്റലിക്കാരനായ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വെനീസിൽ വെച്ച് 1494. ആ പുസ്തകത്തിൻ്റെ പേര് കുറച്ച് വലുതാണ്,
ശ്രദ്ധിക്കൂ. സുമ ഡി അരിതമെറ്റിക്ക ജോമെട്രിയ പ്രപ്പോർഷനി എറ്റ് പ്രപ്പോർഷനാലിറ്റ. എവറിത്തിങ് അബൌട്ട്, അതിൻ്റെ മീനിങ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞാൽ എവറിത്തിങ് അബൌട്ട് അരിതമെറ്റിക് ജോമെട്രി ആൻഡ് പ്രപ്പോർഷൻ. ഇറ്റ് സേസ് ദ കൺസെപ്റ്റ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ആ ജോമെട്രി അരിതമെറ്റിക്ക എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ വളരെ ആഴത്തിൽ തന്നെ, അല്ലെങ്കിൽ അവിടെയാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നത്, ഉടലെടുക്കുന്നത്. അല്ലെങ്കിൽ ആ പുസ്തകത്തിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ പുസ്തകത്തിൽ വേറെ പല കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റം എന്നുള്ള അക്കൗണ്ടൻസിയുടെ കാതലായ സാധനം. അത് ഡെവലപ്പ് ചെയ്ത പുസ്തകമായതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ എന്ത് പറയുന്നത്, ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നവംബർ 10 നമുക്ക് ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ് നവംബർ 10, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് ഡേ എന്നാണ് പറയുന്നത്. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് ഡേ ആവാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡബിൾ എൻട്രി കൺസെപ്റ്റ് പറയുന്ന ഇറ്റലി ഭാഷയിലുള്ള ലൂക്കാ പാസിയോളിയുടെ പുസ്തകം പബ്ലിഷ് ചെയ്ത ഡേറ്റ് 1494 പറഞ്ഞു. അതിൻ്റെ മന്ത് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ നവംബറാണ്, ഡേ പറയുന്നത് 10th ആണ്. അതുകൊണ്ടാണ് നവംബർ 10 നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ലൈക്ക് ആൻ എക്സ്ക്ലൂസീവ് ഡേ ഫോർ എനി അതർ പ്രൊഫഷൻ, ദർ ഈസ് വൺ ഡേ ഫോർ അക്കൗണ്ടിങ് ടു. മറ്റ് പ്രൊഫഷണൽ ആളുകൾ, ഇപ്പോൾ ഡോക്ടേഴ്സ് ഡേ ഒക്കെ പറയാറുണ്ട്, അതുപോലെ അക്കൗണ്ടൻറ്റിന് ഒരു ഡേ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് ഡേ സെലിബ്രേറ്റ് ഓൺ 10th November every year. Did you know that 10th November was the date chosen as an International Accounting Day because it was on this day in 1494 then ആ പറയുന്ന എവറിത്തിങ് അബൌട്ട് അരിതമെറ്റി എന്ന കണ്ടെയ്ൻ ചെയ്യുന്ന, ഡബിൾ എൻട്രി കണ്ടെയ്ൻ ചെയ്യുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത് എന്നാണ്, വെനീസിൽ പബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ് എന്ത്, November 10th. ഓക്കെ, ദിസ് ഈസ് ദ വെരി ഫസ്റ്റ് റെക്കോർഡ് ഓൺ ദി ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. നമ്മൾ ഓൾറെഡി ആ വിഷയം പറഞ്ഞതാണ്. ഓക്കെ, പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് നമുക്കറിയുന്നതാണ്. അക്കൗണ്ടൻസിയുടെ പ്രോസസ്സ്, പ്രിപ്പറേഷൻ ഓഫ് സോഴ്സ് ഡോക്യുമെൻ്റ് ആൻഡ് വൗച്ചേഴ്സ്, ഒറിജിൻ ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ നമ്മുടെ തൊട്ട് മുൻപത്തെ പാർട്ട് 6 അത് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തതാണ്, കവർ ചെയ്തതാണ്. അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് പ്രോസസ്സാണ് റെക്കോർഡിംഗ്, പ്രിപ്പറേഷൻ ഓഫ് ജേണൽ. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. പിന്നെ മറ്റ് പ്രോസസ്സുകൾ ജസ്റ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമുക്ക് റിവൈൻഡ് ചെയ്തെടുക്കാം. ക്ലാസിഫൈ എന്ന് പറയുമ്പോൾ ലെഡ്ജറാണ്, സമ്മറൈസ് എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസും, അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ടാണ്. ഫൈനൽ അക്കൗണ്ടിൽ ഏതൊക്കെ വരുന്നുണ്ട്, ട്രേഡിംഗ്, P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതുപോലെ അനലൈസിങ് പറയുമ്പോൾ റേഷ്യോ, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ എന്നുള്ള ഏരിയയാണ്. ഇൻ്റർപ്രിട്ടേഷൻ, സെറ്റ് ഇറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ് പർപ്പസ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്, നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏരിയ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ജേണൽ എന്നുള്ളതാണ്. ഓക്കെ, സാധാരണ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ 3 പുസ്തകമാണ് കീപ്പ് ചെയ്യാറ് അക്കൗണ്ടിങ് പർപ്പസ് മെയിൻലി. അത് മാത്രമേ ഉള്ളൂ എന്നല്ല, ഒന്ന് ജേണൽ, പിന്നെ ലെഡ്ജർ, പിന്നെ സമ്മറൈസ് ചെയ്യാനുള്ള പുസ്തകം. നിങ്ങൾക്കറിയാം ജേണൽ എന്നുള്ളത് അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് പ്രോസസ്സാണ് റെക്കോർഡിംഗ് അഥവാ ജേണൽ. സെക്കൻഡ് പ്രോസസ്സാണ് ക്ലാസിഫയിങ് അഥവാ ലെഡ്ജർ. തേർഡ് പ്രോസസ്സാണ് സമ്മറൈസിങ്. സമ്മറൈസിങ്ങിൽ വരുന്നത് ഏതാ, ട്രയൽ ബാലൻസ്, അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ടാണ്. അപ്പോൾ ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ അക്കൗണ്ടിംഗ് ബുക്ക് അല്ലെങ്കിൽ സമ്മറൈസിങ് എന്നുള്ള പുസ്തകം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചർച്ച നിങ്ങൾക്കറിയാം റെക്കോർഡിംഗ് ബുക്കിനെ കുറിച്ചാണ്, ജേണലിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആവാൻ പോകുന്നു. നിങ്ങൾ അക്കൗണ്ടൻ്റ് ആവാൻ പോകുന്ന ആ ബിസിനസ് സ്ഥാപനത്തിൽ ജേണൽ എന്ന ഒരു പുസ്തകം എങ്ങനെ കീപ്പ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു പാർട്ടും കൂടെ നമുക്ക്, അഥവാ നമ്മളിപ്പോൾ പാർട്ട് 7 പാർട്ട് 8 ജേണലിൻ്റെ സെക്കൻഡ് ഭാഗം വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 7 ജേണൽ 1 പാർട്ട് 8 ജേണൽ 2 ആണ്. ഓക്കെ, കാരണം അത് അത്രമേൽ നമുക്ക് ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ക്ലാസ്സുകൾ എടുത്ത് അല്ലെങ്കിൽ സമയമെടുത്ത് അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, റെക്കോർഡിംഗ് അഥവാ ജേണൽ, നമുക്ക് കുറച്ച് തിയറി പോർഷൻസ് നോക്കാം. മീനിങ് പറയുന്നത് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ, ഇറ്റ് ഈസ് നോൺ ആസ് ജേണൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിലും ഡെയിലി ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ പല രീതിയിൽ, ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു അക്കൗണ്ടിങ് രൂപം, അതുപോലെ
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ വേയിലുള്ള നിങ്ങൾ ഡെവലപ്പ് ചെയ്ത അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്കാവും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് പറ്റില്ലല്ലോ. ഇത് മൊത്തത്തിലൊരു യൂണിഫോമിറ്റി വേണ്ടേ? അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ആ യൂണിഫോമിറ്റിക്ക് വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ എഴുതി വെക്കുന്ന ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഇപ്പം ഞാനുണ്ട്, എൻ്റെ സുഹൃത്തുണ്ട്, നിങ്ങളുണ്ട്. നമ്മളൊക്കെ, ഞാൻ താമസിക്കുന്നത് ഒരു ക്വാർട്ടേഴ്സിലാണെന്ന് കരുതാം. എൻ്റെ സുഹൃത്ത് ഒരു ക്വാർട്ടേഴ്സിലാണ്. നിങ്ങളും എല്ലാവരും ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു വാടകയ്ക്കെടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ഞാൻ റെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ എഴുതി വെക്കുന്ന ഒരു രൂപ ഉണ്ടാവും. അതുപോലെ ആവില്ല എൻ്റെ ഫ്രണ്ട് എഴുതി വെക്കുക. അതുപോലെ ആവില്ല നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാവും നിങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ടാവും. ഓക്കെ. എന്നാൽ ഇതേ റെൻറ്റ് കൊടുത്ത അക്കൗണ്ടിങ് ചെയ്യുന്ന എത്ര സ്ഥാപനങ്ങളുണ്ടോ അവരൊക്കെ റെൻറ്റ് കൊടുത്താൽ എഴുതി വെക്കുന്നത് ശ്രദ്ധിച്ചോളൂ, റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. എങ്ങനെയാണ്? റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. യൂണിഫോമിറ്റി വേണ്ടേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് നമ്മൾ പഠിക്കും. അതിനാണല്ലോ നമ്മുടെ ഈ ക്ലാസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, യൂണിഫോമിറ്റി വേണം. അതാണ് ഈ സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത്. വേൾഡിലെവിടെ, ലോകത്തെവിടെ എന്ത് ചെയ്യാണ്, ഈ അക്കൗണ്ട്സിൻ്റെ ഇതേപോലെ പഠിപ്പിക്കുമ്പോഴും റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രി എന്ത് തന്നെയാണ്? റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് തന്നെയാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഫോറിൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടാണ്. ഫോറിൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ചിലപ്പോൾ അത് ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയറുകൾ, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാവും. സത്യത്തിൽ ഫോറിൻ അക്കൗണ്ടിങ് എന്നുള്ളൊരു വാക്കിനോട് ഞാൻ എതിരാണ്. ഇറ്റലിക്കാരൻ ആയിട്ടുള്ള ആരാണ്? ലൂക്കാ പാസിയോളി എവിടെയുള്ള ആളല്ല, ആലപ്പുഴക്കാരനല്ല. ദാറ്റ് മീൻസ് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ്? യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. ഭൂമിയിൽ ലോകത്തെല്ലായിടത്തും എന്ത് ചെയ്യാണ്? ഒരുപോലെ ആപ്ലിക്കബിൾ ആയതാണ്. പിന്നെ US UK പോകുമ്പോൾ അതിൻ്റെ USA UK ഒക്കെ ഈ ACCA, അതുപോലെ തന്നെ CMA USA, CIMA CP അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ ചില ടേംസിൽ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, വ്യത്യാസങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. എന്ന രീതി ബേസിക് ലെവലിൽ എന്താണ്? എല്ലായിടത്തും ഒരുപോലെയാണ്. കാരണം ഇത് ഡെവലപ്പ് ചെയ്ത് തന്നെ എവിടെയാണ്? ഫോറിനിലാണ്. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കിയെടുക്കണം. യെസ്. അടുത്ത പോയിന്റ് പറയുന്നത് പ്രോസസ് ഓഫ് ഓർ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ക്രൊണോളജിക്കലി ഈസ് നോൺ ആസ് ജേർണലൈസിങ്. ക്രൊണോളജിക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ് വൈസ്, സമയബന്ധിതമായി. ഓക്കെ അല്ലേ? അഥവാ ഇന്നത്തെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇന്ന് എന്ത് ചെയ്യും? ആദ്യം എഴുതി വെക്കും. എന്നിട്ട് പിന്നെ അത് റെക്കോർഡ് ചെയ്യും, ജേർണൽ ചെയ്യും. പിന്നെ നാളത്തെ ട്രാൻസാക്ഷന് നാളെ വയ്ക്കും. അഥവാ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ ഇന്ന് എഴുതി വെക്കാൻ കഴിയില്ലല്ലോ എന്തായാലും. ഓക്കെ അല്ലേ? അഥവാ ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻ അതത് ഡേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതി വെക്കുക. അപ്പോൾ ജേർണൽ ചെയ്യുമ്പോൾ എപ്പോഴും ഡേറ്റ് ഉണ്ടാവുമെന്ന് നോട്ട് ചെയ്യുക. അതാണ് ക്രൊണോളജിക്കൽ ഓർഡർ. പ്രൈമറി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടന്ന് ആദ്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. ഒരു ട്രാൻസാക്ഷൻ നടന്ന് ആദ്യം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും? ഫസ്റ്റ് തന്നെ സോഴ്സ് ഡോക്യുമെൻറ്റ്. തൊട്ട് മുൻപത്തെ പാർട്ടിൽ വളരെ ആഴത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സോഴ്സ് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പേയ്മെൻറ്റ് വൗച്ചർ, റിസിപ്റ്റ് വൗച്ചർ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ വൗച്ചർ എന്നുള്ള 3 വൗച്ചറുകളും, അതുപോലെ തന്നെ പെയിൻ സ്ലിപ്പ്, ചെക്ക്, ഇൻവോയ്സ്, ക്യാഷ് മെമ്മോ, ഇങ്ങനെയുള്ള സോഴ്സ് ഡോക്യുമെൻറ്റുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ജേർണൽ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജേർണൽ ചെയ്യുന്നതിൻ്റെ ബേസ് ഏതാണെന്ന് വെച്ചാൽ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈമറി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഓഫ് ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി. അതേപോലെ തന്നെ ഇറ്റ്സ് എ ഫസ്റ്റ് ഫംഗ്ഷൻ ഓർ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. ഇതൊക്കെ തിയോറിറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ബേസ് ലെവലിൽ അക്കൗണ്ട്സ് പഠിക്കുന്നിടത്തൊക്കെ നമുക്ക് ചോദിക്കാം എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്നൊക്കെ ട്രൂ ഓർ ഫോൾസ് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എഴുതാൻ കഴിയണം. പ്രൈമറി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ പർപ്പസാണ് പറയുന്നത്. എ ബിസിനസ് മാൻ കനോട്ട് കീപ് ഇൻ ഹിസ് മെമ്മറി ഓൾ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ബൈ ഹിം. ഹെൻസ് ദർ ഈസ് എ നീഡ് ഫോർ കീപ്പിംഗ് എ സെപ്പറേറ്റ് റെക്കോർഡ്. കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയതാണ്. ബേസിസ് ഓഫ് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ബേസ് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസ് ഇൻവോയ്സ്, പർച്ചേസ് ബില്ല്, റിസീപ്റ്റ്, പേയ്മെൻറ്റ് വൗച്ചർ അഥവാ വൗച്ചർ അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെൻറ്റുകളാണ് ബേസ്. നമ്മൾ പാർട്ട് 6 ഓഫ് ബ്രിഡ്ജ് കോഴ്സിൽ എന്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബുക്ക് ഇൻവോൾവ്ഡ്. ഇവിടെ ഏതൊക്കെ ബുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡിങ്ങിൽ ഒന്ന് ജേർണൽ, കൂടാതെ സബ് ഡിവിഷൻസ് ഓഫ് ജേർണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക് ഉണ്ട്. നമ്മളത് ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാം? ബ്രിഡ്ജ് കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം
ബുക്ക് വായിച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യും, കാര്യങ്ങൾ പിടികിട്ടും. ജേണലാണ്, ജേണലിനെ പല ഡിവിഷൻ ആക്കിയിട്ടുള്ളതാണ് എന്ത്, സബ് ഡിവിഷൻസ്. അക്കൗണ്ട്സ് മുൻപ് പഠിച്ച ആളുകളാണെങ്കിൽ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, പ്രോപ്പർ ജേണൽ, ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത് നോർമലി ഉപയോഗിക്കുന്നത്. ക്യാഷ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊക്കെയാണ് സബ് ഡിവിഷൻസ്. എക്സാമ്പിൾ പറയുന്നത്, റെൻറ്റ് പെയ്ഡ് ടു ബിൽഡിംഗ് ഓണർ 3000 രൂപ കൊടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞു എന്താ എൻട്രി, റെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. ഓക്കെ, റെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അതുപോലെ ക്രൊണോളജിക്കൽ മീൻസ് അറേഞ്ച് ഇൻ ദ ഓർഡർ ഓഫ് ടൈം. ഓക്കെ, സമയം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ബിൽഡിംഗ് ഓണർക്ക് റെൻറ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു അക്കൗണ്ടൻ്റായി ബിൽഡിംഗ് ഓണർക്ക് റെൻറ്റ് കൊടുത്തു. നിങ്ങൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ, സോഴ്സ് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യും. നമുക്കറിയാം, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, ഡേറ്റ് എഴുതി റെൻറ്റ് എന്നൊക്കെ എഴുതി ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും, മനോഹരമായിട്ട് സൈൻ ചെയ്ത് എഴുതും. ഇതിൻ്റെ ആധികാരികമായി കിട്ടണമെങ്കിൽ എവിടേക്ക് പോകണം, പാർട്ട് 6 പോകണം. അത് കാണാത്തവരത് കണ്ടതിന് ശേഷം മാത്രമേ ഇവിടെ വരാം. ഓക്കെ, യെസ്. അടുത്ത് ഹൗ ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് ഹൗ ടു റൈറ്റ് ജേണൽ എൻട്രി. നേരത്തെ പറഞ്ഞു. അപ്പോൾ റെൻറ്റ് പേയ്മെൻറ്റ് നടത്തിയപ്പോൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് വൗച്ചർ എടുത്തിട്ട് എന്ത് ചെയ്തു, ക്യാഷിൻ്റെ പേയ്മെൻ്റ് ആണ്, അതുകൊണ്ട് പേയ്മെൻറ്റ് വൗച്ചർ ഫില്ല് ചെയ്ത് വെച്ചു. അടുത്ത പരിപാടി എന്താ, റെക്കോർഡ് ചെയ്യണം. ജേണൽ അക്കൗണ്ടൻ്റായ നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. നിങ്ങളത് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഫോർമാറ്റിലാണ്. ഡേറ്റ്, പർട്ടിക്കുലർ, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ഡേറ്റ് എഴുതാൻ മറക്കരുത്. ക്രൊണോളജിക്കൽ ഓർഡർ. എൻട്രി എന്താ, റെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്, ബീയിങ് പെയ്ഡ് റെൻറ്റ് ടു ബിൽഡിംഗ് ഓണർ. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. 61, 3000, 3000. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് നോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ടു ക്യാഷ് എന്ന് എഴുതിയത് ഏതാണ്, ക്രെഡിറ്റ് ആണ്. അതുപോലെ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നുള്ളത് എന്താണ്, ഡെബിറ്റ് ആണ്. അതോ ഒരു ട്രാൻസാക്ഷനിൽ ഒരു ഡെബിറ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. സാർ എന്തുകൊണ്ടാണ് റെൻറ്റിന് ഡെബിറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് ക്യാഷിന് എന്ത് ചെയ്തത്, ക്രെഡിറ്റ് ചെയ്തത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നുള്ളത് എന്താണ്, ഡെബിറ്റാണ്. ഈ ഡെപ്റ്റർ എന്നുള്ളത് പിന്നെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, ഡെബിറ്റാണ്. ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് ഏതാണ്, ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനാണ് ഇവിടെ. ഏതാണ് ആ ട്രാൻസാക്ഷൻ, റെൻറ്റ് പെയ്ഡ്. അതിൽ 2 ഹെഡുകൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാർട്ടിൽ മുൻകാലങ്ങളിൽ നമ്മൾ വളരെ ആഴത്തിൽ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്താണ്. ഓരോ ട്രാൻസാക്ഷന് 2 ഹെഡുകളുണ്ട്, റെൻറ്റും അതുപോലെ തന്നെ ക്യാഷുമാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ റെൻറ്റ് ഡെബിറ്റ് ചെയ്തു, ക്യാഷിന് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ സാർ ഞങ്ങൾക്ക് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻറ്റ് എന്ന് എഴുതിക്കൂടെ, ഒരു ചോദ്യം, വെറുതെ ഒരു ഡിസ്കഷൻ, ഒരു ഡൗട്ട് ഇട്ട് തരാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റെൻറ്റ് എന്ന് എഴുതിക്കൂടെ, പറ്റില്ല. വൈ എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, യെസ്. ഇവിടെ ബീയിങ് പെയ്ഡ് റെൻറ്റ് ടു ബിൽഡിംഗ് ഓണർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് നെരേഷൻ. എന്താ പറയുക, നെരേഷൻ. ഒന്നുമില്ല, ഈ ട്രാൻസാക്ഷൻ എന്താണോ നടന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നെരേഷൻ. ഓക്കെ, ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് നെരേഷൻ. യെസ്. ഓക്കെ, അതേപോലെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ജേണൽ എന്നുള്ളൊരു ബുക്ക് നേരത്തെ കണ്ടില്ല, ഒരു ബുക്ക്, ആ ബുക്കാണ്. ഒപ്പം തന്നെ നമുക്ക് എന്തുകൂടെ പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജർ എന്നുള്ള മറ്റൊരു ബുക്ക് കൂടെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ലെഡ്ജർ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ഷോപ്പിലൊക്കെ ബുക്ക് സ്റ്റാളിലൊക്കെ പോയി കഴിഞ്ഞാൽ മേടിക്കാൻ കഴിയും. അപ്പോൾ ഈ ജേണൽ എഴുതിയിട്ടാണ് ഫസ്റ്റ്. അപ്പോൾ ജേണലിൻ്റെ 1ാമത്തെ പേജ് എടുത്തിട്ട് അതിൽ ഞാൻ എന്തെഴുതി, റെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് റെൻറ്റിന് നമ്മൾ അടുത്ത ബുക്കായ ലെഡ്ജർ ബുക്കിൽ റെൻറ്റിനൊരു പേജ് വിടണം. ശ്രദ്ധിക്കണം, റെൻറ്റിന് എന്ത് ചെയ്യണം, ഒരു പേജ് വിടണം. ആ പേജ് നമ്മൾ 1ാമത്തേതാണെങ്കിൽ നമ്മൾ റെൻറ്റിന് നേരെ എന്തെഴുതും, 1 എഴുതും. ഇവിടെ 60 എഴുതിയിട്ടുള്ളത്, 60 എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് അക്കൗണ്ട് ഈസ് ഇൻ ഫസ്റ്റ് പേജ് ഇൻ ദി ലെഡ്ജർ ബുക്കാണ് എന്ത്, നമ്പർ 1 പറയുന്നത്. ഇതേതാ, 16th പേജ് ഇൻ ദി ലെഡ്ജർ ബുക്ക്, റെൻറ്റ് അക്കൗണ്ട്. കൺഫ്യൂസ്ഡ് ആവണ്ട, ശ്രദ്ധിച്ചാൽ മതി. അഥവാ റെൻറ്റ് അക്കൗണ്ട് ഉണ്ട്, റെൻറ്റ് അക്കൗണ്ട് എവിടെയാണ് കിടക്കുന്നത്, ലെഡ്ജർ ബുക്കിൽ 60ാമത്തെ പേജിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് LF, ലെഡ്ജർ ഫോളിയോ. എന്താണ്, ലെഡ്ജർ ഫോളിയോ. ഇനി ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ ബുക്കിൽ 1ാമത്തെ പേജിലാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും. യെസ്. അടുത്ത്, ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മീൻസ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ഇഫക്റ്റ്, ദാറ്റ് ഈസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇറ്റ് ക്യാൻ റീഡ്, അഥവാ ഈ പറയുന്ന മുകളിലെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, ജേണൽ എങ്ങനെയാണ് റീഡ് ചെയ്യുക, റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ അല്ലേ?
റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് വായിക്കണം നിങ്ങൾ. ചില ആളുകൾ റെൻ്റ് അക്കൗണ്ട് DR ഡോട്ട് എന്നൊക്കെ ഇനിഷ്യലി, പിന്നെ പഠിച്ചു വന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ടു ക്യാഷ് അക്കൗണ്ട് തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അസ്യൂം എ സെപ്പറേറ്റ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ ഫോർ പ്രിപ്പയറിങ് ജേണൽ ആൻഡ് ലെഡ്ജർ. നമ്മൾ പറഞ്ഞു ജേണലിന് ഒരു ബുക്കുണ്ട്, ലെഡ്ജറിന് ഒരു ബുക്കുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ജേണൽ എഴുതിയ ഈ ജേണൽ അഥവാ റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ലെഡ്ജർ ബുക്കിൽ എത്രാമത്തെ നമ്പറിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ പേജിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അത് കൃത്യമായിട്ട് കണക്ഷൻ വേണം. ഓക്കെ, അത് നമുക്ക് പിന്നീട് എന്ത് ചെയ്യും, വിൽ ഡിസ്കസ്. ഓക്കെ, ഇനി നമുക്ക് ആ റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതിയതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് നോക്കാം. ഒന്നാമത്തെ കോളം ഡേറ്റ് ആണ്, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ്, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ every transaction to effect one is debit and another is credit. Debit account is first rate rent account debtor. ഇനി ഈ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. അതുപോലെ അഥവാ ഇതെന്തുകൊണ്ടാണ് മുകളിൽ ഇങ്ങനെയൊക്കെ ഫോർമാറ്റ് എന്നുള്ളതെന്നുള്ള ആധികാരികമായിട്ടുള്ള നോട്ടാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ ക്രെഡിറ്റ് അക്കൗണ്ട് ഈസ് റിട്ടൺ നെക്സ്റ്റ് ആസ് ടു ക്യാഷ്. ശരിയല്ലേ? ഡെബിറ്റിന് ആദ്യം എങ്ങനെ എഴുതണം? റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞെഴുതണം. ക്രെഡിറ്റിന് എന്ത് പറഞ്ഞെഴുതണം? ടു ക്യാഷ്. ഓക്കെ അല്ലേ? യെസ്, ഇവിടെ റെൻ്റാണ് ഡെബിറ്റ്, ക്യാഷാണ് ക്രെഡിറ്റ്. ഇനി എന്താണോ ഡെബിറ്റ് ആവുന്നത് അതെന്ത് ചെയ്യണം? ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. നമുക്ക് അങ്ങനെ പറയാം. ജേണലിൻ്റെ ഒരു സ്പേസ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡാഷ്. ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടെ ഇത് എഴുതേണ്ടതാണ് ആദ്യത്തെ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം. ടു ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം. ഓക്കെ, അതേപോലെ മൂന്നാമത് പറയുന്നത് ലെഡ്ജർ ഫോളിയോ ഈസ് പേജ് നമ്പർ കണ്ടെയ്ൻ ഇൻ ദി ലെഡ്ജർ വേർ ദ ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റഡ്. ഓക്കെ അല്ലേ? അഥവാ ജേണൽ കഴിഞ്ഞ് ആ ജേണൽ ബുക്കിൽ നിന്നും ജേണലിനെ ലെഡ്ജറിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, അടുത്ത് പറയുന്നതാ എമൗണ്ട് ടു ബി ഡെബിറ്റഡ് ഇൻ വാരിയസ് അക്കൗണ്ട് ഈസ് റെക്കോർഡഡ് ഓൺ ദിസ് കോളം. ഓക്കെ, അഥവാ 3000 ഡെബിറ്റിലെ എമൗണ്ട്, അതുപോലെ ക്രെഡിറ്റിലെ എമൗണ്ട് അങ്ങനെ എഴുതാം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് നെരേഷൻ മീൻസ് ബ്രീഫ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ജേണൽ. ഒരു കാര്യം മനസ്സിലാക്കണം, നെരേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബീയിങ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബീയിങ്. ജേണൽ വിത്തൗട്ട് നെരേഷൻ ഈസ് നോട്ട് വാലിഡ്. ഒരു ജേണൽ നെരേഷൻ ഇല്ലാതെ എഴുതുകയാണെങ്കിൽ അതെന്താണ്? അല്ല, വാലിഡ് അല്ല എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് ഡിസ്കഷന് ശേഷം സമദിനോട് സുജിത്ത് ചോദിക്കുകയാണ്, ക്യാൻ യു സേ വാട്ട് ഈസ് ജേണൽ എൻട്രി വെൻ റെൻറ്റ് ഈസ് പെയ്ഡ്? റെൻറ്റ് പേയ്മെൻറ്റ് നടത്തിയ ജേണൽ എൻട്രി ഇപ്പോൾ പറയാൻ പറ്റുമോ? നിങ്ങൾക്കും പറയാൻ പറ്റില്ലേ? എന്താവും? റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. യെസ്, സമദ് പറഞ്ഞു റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ദെൻ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി വെൻ സാലറി ഈസ് പെയ്ഡ്? അപ്പോൾ സാലറി പേയ്മെൻറ്റ് നടത്തിയ ജേണൽ എൻട്രി എന്താവും? സിമ്പിൾ അല്ലേ? റെൻറ്റ് പേയ്മെൻറ്റ് നടത്തിയ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണെങ്കിൽ സാലറി നടത്തിയാൽ എന്താണ്? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. യെസ്, അപ്പോൾ സമദ്, നിങ്ങൾക്ക് ഇനി വരുന്ന ഡൗട്ട് സമദ് ചോദിക്കേണ്ട. രമേഷ്, ബട്ട് വൺ തിങ് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈ ഡു വി ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്? എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന്. ഓക്കെ, ഇറ്റ് ഈസ് നെസസറി ടു ബൈ ഹാർട്ട് ദ ജേണൽ എൻട്രി ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്, റെൻറ്റ് പേയ്മെൻറ്റ് നടത്തിയാൽ എൻട്രി നിങ്ങളിനി മറക്കില്ല. എൻട്രി എന്താ? റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സാലറി ആണെങ്കിൽ എന്താ എൻട്രി? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. വേജസ് ആണെങ്കിൽ എൻട്രി എന്താ? വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടാണ്. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയാണ് നോ ബ്രോ, ഇറ്റ്സ് നോട്ട് നെസസറി ടു ബൈ ഹാർട്ട് ഇറ്റ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇൻ ബോത്ത് ജേണൽ എൻട്രീസ് വി കുഡ് ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റ് നോക്കാം. റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നിങ്ങൾക്കറിയാം ഇതിലെ ഡെബിറ്റ് ഏതാ? റെൻ്റാണ്. അപ്പോൾ മറ്റടുത്ത് സാലറിയാണ്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ അവിടെ റെൻ്റാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്, മറ്റടുത്ത് എന്താണ്? സാലറിയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടിടത്തും ക്യാഷാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ചോദിക്കാം. അപ്പോൾ പറയുകയാണ് എവരി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്, വൺ ഈസ് ഡെബിറ്റ് ആൻഡ് അനദർ ഈസ് ക്രെഡിറ്റ്. എന്നിട്ട് പറയുന്നുണ്ട് വി ഓൾറെഡി അണ്ടർസ്റ്റുഡ് എ കൺസെപ്റ്റ് റിലേറ്റഡ് വിത്ത് ദിസ്, ക്യാൻ യു റിമെമ്പർ ദാറ്റ്? നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ പാർട്ട് 3യുടെ പേരെന്നെ എന്തായിരുന്നു? ട്രാൻസാക്ഷൻ ആൻഡ് ഇറ്റ്സ് ടു ആസ്പെക്ട്സ്. അവിടെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമത് അത് ഓർക്കുന്നുണ്ട്. യെസ് ബ്രോ, ഇറ്റ്സ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. എക്സാക്ട്ലി. യാ, അപ്പോൾ ചോദിക്കുകയാണ് പിന്നെയും സമത്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് വൺസ് അഗെയിൻ?
പറയണം ഓക്കെ ബ്രോ ഇറ്റ്സ് ദ കറക്റ്റ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എഗെയിൻ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് നോക്കാം. ദ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഈച്ച് ട്രാൻസാക്ഷൻ മെയ്ഡ് എ ബിസിനസ് നീഡ് ടു ബി റെക്കോർഡഡ് ഇൻ 2 സെപ്പറേറ്റ് അക്കൗണ്ട്. ഓരോ ട്രാൻസാക്ഷനിലും 2 ഹെഡുകൾ നമ്മൾ പഠിച്ചിരുന്നു. പർച്ചേസ് ചെയ്താൽ പർച്ചേസും ക്യാഷും, മിഷനറി പർച്ചേസ് ചെയ്താൽ മിഷനറിയും ക്യാഷും, അതുപോലെ തന്നെ റെൻറ്റ് പേയ്മെൻറ്റ് നടത്തിയാൽ റെൻറ്റും ക്യാഷും, സെയിൽ ചെയ്താൽ ക്യാഷും സെയിൽസും. അതൊക്കെ കൃത്യമായി പഠിച്ചതാണ്. ഈ ബ്രിഡ്ജ് കോഴ്സിൻ്റെ മുൻകാലങ്ങളിലെ ക്ലാസ് കേൾക്കാതെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, മുൻകാലങ്ങളുടെ പാർട്ടുകൾ കേട്ട് പെർഫെക്റ്റ് ആയാൽ മാത്രം നിങ്ങൾ പാർട്ട് 7 ആയ ജേണൽ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിലേക്ക് വരാം. ഓക്കെ, ദെൻ എ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡ്സ് 2 ആസ്പെക്റ്റ് പറയുന്നത് ഏതാ? ഒന്ന് ഏതാ? ഗിവിങ് ആസ്പെക്ട്, അനദർ ഈസ് റിസീവിങ് ആസ്പെക്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു IBS ബുക്സ് 80,000 രൂപയുടെ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തപ്പോൾ അവരുടെ ക്യാഷ് എന്ത് ചെയ്ത് പോയി. അത് ഏത് ആസ്പെക്റ്റാണ്? ഗിവിങ് ആസ്പെക്ട്. അവർക്ക് റിസീവിങ് ആസ്പെക്റ്റ് ഏതാണ്? കമ്പ്യൂട്ടർ എന്നുള്ള ഒരു സാധനം അവർക്ക് വന്നു. അതാണ് എന്താ അവരുടെ എന്ത്? റിസീവിങ് ആസ്പെക്ട്. ഓക്കെ, റിസീവിങ് ആസ്പെക്ട് ക്ലിയർ. ഇനി ദ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ്, ഒന്നുകൂടെ എടുത്ത് പറയും, ഈച്ച് ട്രാൻസാക്ഷൻ മെയ്ഡ് ബൈ ബിസിനസ് നീഡ് ടു ബി റെക്കോർഡഡ് ഇൻ 2 സെപ്പറേറ്റ് അക്കൗണ്ട്സ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ആ സെപ്പറേറ്റ് അക്കൗണ്ട്സ്? പർച്ചേസ് കമ്പ്യൂട്ടർ ആകുമ്പോഴുള്ള 2 അക്കൗണ്ടുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ക്യാഷും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ക്യാഷും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, യെസ്. ഇനി ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടാണ്, ജസ്റ്റ് വായിച്ചു പോകും. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്, വൺ ഈസ് ഡെബിറ്റ് ആൻഡ് അനദർ ഈസ് ക്രെഡിറ്റ്, വിച്ച് മീൻസ് ദർ ഈസ് എ ഗിവിങ് ആസ്പെക്ട് ആൻഡ് റിസീവിങ് ആസ്പെക്ട്. ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്, അതുപോലെ ഏതുണ്ട്? റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്. ഓക്കെ, വൺ ഡേ ഒരു ഇവിടെ വേറെ പറയുന്നു, ഒരു സാക്രിഫൈസിന് ഒരു ഗെയിൻ, അതന്നെയാണ് കൺസെപ്റ്റ്. ഓക്കെ, വൺ ഡേ അറ്റ് ദ ഓഫീസ് ഓഫ് എ സ്റ്റേഷനറി ബിസിനസ്സിലെ ഓഫീസിൻ്റെ ഒരു രംഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓണർ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് വി ഹാവ് ക്യാഷ് ഇൻ ഹാൻഡ് 40,000 റിസീവ്ഡ് ഫ്രം സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയിട്ട് നമ്മുടെ ഓണർ ബിസിനസ് പർപ്പസിന് വേണ്ടി 40,000 രൂപ ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടൻറ്റ് പറയും, സാർ അറ്റ് ദ സെയിം ടൈം വി ഹാവ് എ ലയബിലിറ്റി ടുവേർഡ് ദ ബാങ്ക് 40,000 ആസ് ലോൺ. മനസ്സിലാക്കേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമല്ല, ഒപ്പം തന്നെ എന്തുണ്ട്? ബിസിനസ്സിനോടൊരു ബാധ്യത കൂടെ ഉണ്ട്. ബിസിനസ്സിന് ബാങ്കിനോട് ഒരു ബാധ്യത കൂടെ ഉണ്ട്. ദർ ഇസ് എ ലയബിലിറ്റി ഓൾസോ. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഓക്കെ, എവറി ട്രാൻസാക്ഷൻ ഹാസ് ട്രാൻസാക്ഷൻ ഇഫക്റ്റ് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഈസ് കോർ ഓഫ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. സിംഗിൾ എൻട്രി എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ അതിന് ഡബിൾ എൻട്രി എന്നും, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്ത അവസ്ഥയെ സിംഗിൾ എൻട്രി എന്നും പറയും. അതാണ് സിംഗിൾ എൻട്രി. ദ സിറ്റുവേഷൻ വെർ ഈസ് നോ ഡബിൾ എൻട്രി ഈസ് നോൺ ആസ് സിംഗിൾ എൻട്രി ഓർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നൊക്കെ പറയും. ദിസ് കൺസെപ്റ്റ് ഗീവ് റൈസ് ടു ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. നമ്മുടെ പാർട്ട് 4 അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ള ഒരു ഏരിയ പറഞ്ഞിരുന്നു. അക്കൗണ്ടിങ് ഇക്വേഷൻസിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഏതന്നെയാണ്? ഈ പറയുന്ന ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റാണ്. അഥവാ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസെറ്റ് എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ അസെറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റും നമുക്ക് തരുന്നത് ഏത് ബേസിലാണ്? ഈ ഒരു ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൻ്റെ ബേസിലാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യുന്നത്. റെൻ്റ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. അടുത്ത്, നൗ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡ്യുവൽ ആസ്പെക്ട്, ബട്ട് ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ആൻഡ് വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരു ട്രാൻസാക്ഷൻ കിട്ടും, അതിൽ 2 ഹെഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 2 എലമെൻറ്റ്സ്, 2 നാച്ചുറൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? അത് നമ്മൾ കണ്ടെത്താനൊക്കെ ഞാൻ പഠിച്ചു, മനസ്സിലായി. ഇനി എന്തുകൊണ്ടാണ് റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തത്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തതെന്നാണ് എനിക്കറിയേണ്ടത്. രമേഷ്, ഇൻ ദ എബോവ് ജേണൽ എൻട്രി വൈ ഡിഡ് വി ഡെബിറ്റഡ് റെൻ്റ് അക്കൗണ്ട് ആൻഡ് വൈ ക്രെഡിറ്റഡ് ക്യാഷ് അക്കൗണ്ട്? നമുക്ക് ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് റെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്തൂടെ ചോദിക്കുകയാണ്. യെസ്. അപ്പോൾ ടു നോ ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി റൂൾ ഫോർ ജേണലൈസിങ്. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജേണലിൻ്റെ റൂള് പഠിക്കണം. ജേണൽ എഴുതാൻ ഒരു നിയമമുണ്ട്. ഇനി ഞാൻ പറയുന്ന സാധനമാണ് ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സാധനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്? കരിങ്കൽ ഭിത്തിയിൽ കൊത്തിവെച്ച പോലെ നിങ്ങളുടെ ആഴത്തിൽ എന്ത് ചെയ്യണം? പതിപ്പിച്ച് നല്ല തറപ്പിച്ച് വെക്കണം. ഓക്കെ, വെക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ റൂൾ പറയാൻ പോവാണ്. റൂൾ ഫോർ ജേണലൈസിങ്. ഓക്കെ, നോക്കൂ. ഗ്രൂപ്പ് 1 എന്നാണ് പറയുന്നത്. നേച്ചർ ഓഫ് അക്കൗണ്ട്സ് അഥവാ
എന്ന് പറഞ്ഞാൽ അസറ്റ്, ഇ എന്ന് പറയുമ്പോൾ എക്സ്പെൻസ്, ഡി എന്ന് പറയുമ്പോൾ എന്താ ഡ്രോയിങ്സ്. എ ഇ ഡി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ്. ഇതിൻ്റെ ഇഫക്റ്റ് ഒന്നുകിൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ എന്താവും, ഡിക്രീസ് ആവും. അപ്പോൾ ഇൻക്രീസ് ആയാൽ ഡെബിറ്റും ഡിക്രീസ് ആയാൽ എന്താണ്, ക്രെഡിറ്റും ആണ്. ക്ലിയർ? നോക്കണേ, അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ് ഇതൊരു ഗ്രൂപ്പാണ്. ഓക്കെ, അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ് ഒരു ഗ്രൂപ്പാണ്. അതിന് ഒരേ ഒരു റൂളാണ്. അതിൻ്റെ റൂളാണ് പറയുന്നത് ഇഫക്റ്റിൽ ഒന്നുകിൽ അതെന്ത് ചെയ്യാം, ഇൻക്രീസ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഡിക്രീസ് ആവാം. ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അഥവാ അസറ്റോ എക്സ്പെൻസോ ഡ്രോയിങ്സോ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഗ്രൂപ്പ് 2 ഞാൻ മുകളിൽ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്താ പറയുന്നത്, നേച്ചർ ഓഫ് അക്കൗണ്ട്സ്. ഇനി അസറ്റ് നേരെ ഓപ്പോസിറ്റുള്ള സാധനം ഏതാ, ലാബിലിറ്റി. അതുപോലെ എക്സ്പെൻസിന് നേരെ ഓപ്പോസിറ്റുള്ള സാധനം ഏതാ, ഇൻകം. ഡ്രോയിങ്സിന് നേരെ ഓപ്പോസിറ്റുള്ളത് ഏതാണ്, ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിലേക്ക് എമൗണ്ട് കൊണ്ടുവരുന്നതിനെ പറയുന്നതാണ് ക്യാപിറ്റൽ. ബിസിനസ്സിൽ നിന്ന് എമൗണ്ട് എടുത്ത് കൊണ്ടുപോകുന്നതിനെ പറയുന്നതാണ് എന്ത്, ഡ്രോയിങ്സ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഗ്രൂപ്പ് 1 മനസ്സിലിട്ടു, ഏതൊക്കെയാണ്, അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ്. ഇതിൻ്റെ റൂൾ എങ്ങനെയാണ് പറയുന്നത്, അസറ്റോ എക്സ്പെൻസോ അല്ലെങ്കിൽ ഡ്രോയിങ്സോ ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾ അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. വേറെ ലോജിക്കൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് തന്നെ വേണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ ബൈ ഹാർട്ട് ചെയ്യാതെ ലോജിക്കോടുകൂടെ മനസ്സിലാക്കണം എന്നല്ലേ സാറ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മുൻകാലങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ? ശരിയാണ്. പക്ഷെ അത് കൃത്യമായി നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് വരെ പോകണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രയൽ ബാലൻസ്, സമ്മറൈസിങ്ങിലെ ട്രയൽ ബാലൻസ് വരെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മളതിനെ ഡെബിറ്റ് ചെയ്തത്, ക്രെഡിറ്റ് ചെയ്തതെന്നൊക്കെ. ക്ലിയർ? ഒരു റൂളാണ്, നിയമമാണ്. പക്ഷെ അത് കൃത്യമായി ഫോളോ ചെയ്താൽ ഈ സാധനം ഡെവലപ്പ് ചെയ്ത ബ്രെയിനാണ് ആരുടെ, നമ്മുടെ ലൂക്ക പാസിയോളിയുടെ. ഗ്രേറ്റ് മാൻ. ഭയങ്കര സംഭവമല്ല, ഒരു സംശയമില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഈ ഒരു ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ത്രൂ ഔട്ട് എല്ലാ അക്കൗണ്ട്സിൻ്റെ ഏതറ്റം വരെ പോയാലും എന്താണ്, വളരെ ബേസ് ഇതാണ്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആഴത്തിൽ പതിപ്പിച്ച് വെക്കേണ്ട ഒരു റൂളാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ആണെങ്കിൽ മറ്റിടത്ത് ഗ്രൂപ്പ് 1 അസറ്റും എക്സ്പെൻസും ഡ്രോയിങ്സും ഇൻക്രീസ് ചെയ്തപ്പോൾ ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റാണ്. ഡിക്രീസ് ചെയ്താലാണ് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. വെൻ ഇറ്റ് ഈസ് ഇൻക്രീസ് ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. വെൻ ഇറ്റ് ഈസ് ഡിക്രീസ് ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂള് പറയുന്നത്. ഇനി ഡ്രോയിങ്സ് എന്താണെന്നുള്ളത്, എമൗണ്ട് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ് ഓർ പർപ്പസ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. ഓക്കെ, അത് നിങ്ങൾ ക്യാപിറ്റലിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഡ്രോയിങ്സ് ആണ് കണ്ടത്. ഞാൻ പറഞ്ഞു എൻ്റെ കണക്ഷൻ. ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എമൗണ്ടാണ് ഡ്രോയിങ്സ് ഇവിടുന്ന് കണ്ടു പോകുന്നതാണ്. എക്സ്പെൻസിന് നേരെ ഓപ്പോസിറ്റ് ഇൻകവും, അസറ്റിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്, ലാബിലിറ്റി. അപ്പോൾ ലാബിലിറ്റിയും അസറ്റും എന്താണ്, വേറെ തന്നെ റൂളാണ്. എക്സ്പെൻസും ഇൻകം വേറെ റൂളാണ്. ഡ്രോയിങ്സും ക്യാപിറ്റലും വേറെ റൂളാണ്. ഓക്കെ, യെസ്. ഇങ്ങനെ ഫോളോ ചെയ്ത് കൃത്യമായി ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യുക. എന്നിട്ട് കുറച്ചങ്ങോട്ട് എത്തിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്ത് തരും, വൈ എന്നുള്ളതിന് കൃത്യമായ ആൻസർ തരും. ഓക്കെ, റെൻ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഇനി റെൻ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് നമുക്കിതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വളരെയധികം ശ്രദ്ധിക്കണം മക്കളെ, അത്ര ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നത് റെൻ്റ് അക്കൗണ്ട് അപ്റ്റർ. ഓക്കെ, റെൻ്റ് ഇതിലെവിടെ കിടക്കുന്നത്, ഈ മുകളിലെ ഗ്രൂപ്പ് 1 എക്സ്പെൻസ് ആണ് റെൻ്റ്. ആർക്കും ഡൗട്ടില്ല. ഓക്കെ അല്ലേ? എന്തുകൊണ്ട് റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ റെൻ്റ് എന്നുള്ള എക്സ്പെൻസ് കൂടല്ലേ? അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ വീട്ടിലെ ചിലവ് സാധനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ക്വാർട്ടേഴ്സിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ റെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ എക്സ്പെൻസ് കൂടല്ലേ? ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് കൂടല്ലേ? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ റൂൾ എന്താ, ഡെബിറ്റ് ചെയ്യണം. ദാറ്റ്സ് വൈ റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ഇൻ ഹിയർ. അടുത്ത ക്യാഷ് എന്താണ്, അസറ്റാണ്. ക്യാഷ് അസറ്റാണ്. ക്യാഷ് എന്താ ഉണ്ടാവുക, റെൻറ്റ് കൊടുക്കുമ്പോൾ ക്യാഷ് കുറയും, ഡിക്രീസ്. നോക്കി നോക്ക്, അസറ്റോ എക്സ്പെൻസോ ഡ്രോയിങ്സോ ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, നോട്ട് ചെയ്യണം. അസറ്റോ
എക്സ്പെൻസോ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ദാറ്റ്സ് വൈ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റഡ് ഹിയർ. റെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അസറ്റ് എക്സ്പെൻസ്, ഏതിൽ വരുന്ന, എക്സ്പെൻസിൽ വരുന്ന, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദാറ്റ്സ് വൈ ഡെബിറ്റഡ് ഹിയർ. ഓക്കെ അല്ലേ? യെസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നുമില്ല, ഗ്രൂപ്പ് 1 വന്നു, ഗ്രൂപ്പ് 2 വന്നു, അങ്ങനെയൊന്നും പറയാൻ വയ്യ. ഓക്കെ അല്ലേ? അതോ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, സാർ റെൻറ്റ്, ചില ആളുകൾ ചോദിക്കാറില്ല, റെൻറ്റ് എക്സ്പെൻസ് അല്ല, അപ്പോൾ ഇനി ക്യാഷ് ഇനി അടിയിൽ വരണ്ടേ, ലയബിലിറ്റി, ഇൻകം, അതുപോലെ ക്യാപിറ്റൽ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇതിലെവിടെയും വരാം. വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റൂള് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അങ്ങനെ സമത് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ആൻസർ. നിങ്ങളും പറയുന്നുണ്ടാവും, സാർ ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഹൗ ക്യാൻ വി ഗെറ്റ് ദ കൺസെപ്റ്റ് എ ബിറ്റ് മോർ ക്ലിയർ ഡിയർ? ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. നോ പ്രോബ്സ്. ടു റൈറ്റ് ജേണൽ എൻട്രി വി ഹാവ് ടു ഫോളോ 5 സ്റ്റെപ്സ് 1 by 1 ഡിയർ. നമുക്ക് 5 സ്റ്റെപ്പ് ഫോളോ ചെയ്താലേ എന്ത് കിട്ടുള്ളൂ, ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? 5 സ്റ്റെപ്പ്. 5 സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നേരത്തെ നമ്മൾ റെൻ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് എന്നുള്ള അതോ ഒരു ട്രാൻസാക്ഷൻ എടുത്തു, ഏതാ, റെൻറ്റ് പെയ്ഡ്, റെൻ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. റെൻ്റ് എന്താണ്, എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അസറ്റാണ്, അസറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ചെയ്തു. ഇത്ര തന്നെ. ഇത് നമ്മളൊരു 5 സ്റ്റെപ്പാക്കി മെല്ലെ 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 പയ്യെ തിന്നാൽ പനയും തിന്നാം. ഓക്കെ, അങ്ങനെ പഠിക്കാനുള്ള ശ്രമം നടത്തണം. ദെൻ ലെറ്റ്സ് ഗോ ത്രൂ ദോസ് സ്റ്റെപ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പിലൂടെ പോവാം. ഓക്കെ. സ്റ്റെപ്സ് ഫോർ ജേണലൈസിങ് നോക്കാം. ടു റൈറ്റ് ജേണൽ എൻട്രി 1 must follow 5 steps 1 by 1. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്താൽ എന്താണ് ജേണൽ എൻട്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്രെഡിറ്റർ. ഒരു റേഞ്ച് എത്തണം. ആ റേഞ്ച് എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ 5 സ്റ്റെപ്പ് 1 by 1 ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, നത്തിങ് ഗ്രേറ്റ്. നോക്കാം. നമ്പർ 1, ഐഡൻറ്റിഫൈ ദ ഹെഡ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി ട്രാൻസാക്ഷൻ. നമ്മുടെ പാർട്ട് 3 ട്രാൻസാക്ഷനും അതിൻ്റെ 2 ആസ്പെക്റ്റും അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണും. ഓക്കെ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കണ്ടവർക്ക് ഇത് ഈസിയാണ്. 2 ആസ്പെക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ. ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് 2 അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനിൽ 2 നാച്ചറുകളുണ്ടാവും. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി അടുത്ത് പറയുന്നതാ അഥവാ ഐഡൻറ്റിഫൈ ദ ഇഫക്റ്റ് ആണ്. ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നിരിക്കും ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ എന്താവും, ഡിക്രീസ് ആവും. പിന്നെ ഐഡൻറ്റിഫൈ ദ റിസൾട്ട്. റിസൾട്ട് മേ ബി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. റൈറ്റ് ജേണൽ എൻട്രി. ലാസ്റ്റ് ഒന്നുമില്ല, ജേണൽ എൻട്രി എഴുതുന്നതാണ്, അതൊരു സ്റ്റെപ്പായിട്ട് എടുത്തുള്ളൂ. ഇതിൽ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കേണ്ടത് നാച്ചറുകൾ എന്ത് ചെയ്യാണ്, ഐഡൻറ്റിഫൈ ആണ്. ഈ നാച്ചർ ഓഫ് 2 അക്കൗണ്ട്സ് ആണ്. 2 അക്കൗണ്ട്സിൻ്റെ 2 നാച്ചറുകളാണ് പറയാൻ പോകുന്നത്. റെൻ്റ് എന്നുള്ളത് എന്താണ്, എക്സ്പെൻസ് ആണ്. ക്യാഷ് എന്താണ്, അസറ്റാണ്. മിഷനറി എന്താണ്, അസറ്റാണ്. ലാൻഡ് അസറ്റാണ്. അതേപോലെ ഓരോ ഹെഡുകൾക്കും ഓരോ നാച്ചർ ഉണ്ടാവും. ഇപ്പോൾ നാച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു ഏതാണ്, ചിലപ്പോൾ അസറ്റ് ആവും, എക്സ്പെൻസ് ആവും, ഡ്രോയിങ്സ് ആവാം, ക്യാപിറ്റൽ ആവാം, ലയബിലിറ്റി ആവാം, ഇൻകം ആവാം. ഓക്കെ, മെയിൻലി നമുക്ക് 4 ഓർത്ത് വെച്ചാൽ മതി, എളുപ്പമാവും. ഏതാണ്, അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ഇൻകം. ഓക്കെ, യെസ്. ഐഡൻറ്റിഫൈ ദ ഹെഡ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി ട്രാൻസാക്ഷൻ. നമുക്ക് നോക്കാം 2 ആസ്പെക്റ്റ്. നമ്മൾ പാർട്ട് 3 വളരെ ആഴത്തിൽ പറഞ്ഞ ഭാഗമാണ്. ട്രാൻസാക്ഷൻ എഴുതി. പെയ്ഡ് റെൻറ്റ് ടു ബിൽഡിംഗ് ഓണർ. ഏതൊക്കെ വരിക, റെൻറ്റും ക്യാഷും. നത്തിങ് ഗ്രേറ്റ്. സ്റ്റെപ്പ് 2 പറയുന്നത് എന്താ, ഈ 2 അക്കൗണ്ടുകളുടെ അഥവാ ഈ റെൻ്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, അല്ലെങ്കിൽ 2 ഹെഡ്സ്, 2 എലമെൻറ്റ്സ് എന്നൊക്കെ നമ്മളവിടെ പറഞ്ഞിരുന്നു. അതിൻ്റെ നാച്ചർ കാണലാണ്. നോക്കാം, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. റെൻറ്റ്, ക്യാഷ്. റെൻറ്റിൻ്റെ നാച്ചർ ഏതാ, എക്സ്പെൻസ് ആണ്. നമ്മൾ പറഞ്ഞു ക്യാഷ് എന്താണ്, അസറ്റാണ്. ഓക്കെ. മൂന്നാമത് ഐഡൻറ്റിഫൈ ദി ഇഫക്റ്റ് ആണ്. ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റെൻറ്റ് പെയ്ഡ് ട്രാൻസാക്ഷൻ എഴുതി. റെൻറ്റ് എക്സ്പെൻസ് ആണ് അതിൻ്റെ നാച്ചർ എന്ന് പറഞ്ഞു, ക്യാഷിൻ്റെ അസറ്റാണ് നാച്ചർ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കും, റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ റെൻറ്റ് എന്നുള്ള എക്സ്പെൻസ് കുറയുകയാണോ ചെയ്യുക, അല്ല, കൂടുകയാണ്, ഇൻക്രീസ്. റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ എന്ത് ചെയ്യും, കുറയും, ഡിക്രീസ്. ദാറ്റ്സ് ഓൾ. ഇൻക്രീസ്, ഡിക്രീസ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളവിടെ റൂൾ ഫോർ ജേണലൈസിങ് പറഞ്ഞിരുന്നു. എന്തായിരുന്നു റൂള്, ഓർക്കുന്നുണ്ടോ? ആദ്യം നമ്മൾ ഗ്രൂപ്പ് 1 പറഞ്ഞത് ഏതാണ്, അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ്. ഇത് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇതിലെ എക്സ്പെൻസ് ഗ്രൂപ്പ് 1 എക്സ്പെൻസ്, അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ്. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റെൻറ്റിന് ഇവിടെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം.
ക്യാഷ് എന്നുള്ളത് അസറ്റ് അല്ലേ? അസറ്റ് എന്താ ഗ്രൂപ്പ് 1 തന്നെ? അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഡിക്രീസ് ആണുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നമുക്കതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ റൂൾ ഒന്നും കൂടെ എന്ത് ചെയ്യണം? ഇത് ഞാൻ പലപ്പോഴും ഈ സ്ലൈഡ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കും, ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാൻ. അസറ്റ് എക്സ്പെൻസ് ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ലയബിലിറ്റി, ഇൻകം, അതുപോലെ തന്നെ ക്യാപിറ്റൽ. ഇത് ഇൻക്രീസ് ചെയ്താൽ നേരെ ഇൻവേഴ്സ് ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താലാണ് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് 4ലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ റിസൾട്ട്. റിസൾട്ട് മേ ബി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ എഴുതി. റെൻറ്റും ക്യാഷും ആണെങ്കിൽ 2 ഹെഡ്. നാച്ചുറൽ എക്സ്പെൻസ് അതുപോലെ അസറ്റാണ്, ഇൻക്രീസ് ചെയ്യും എക്സ്പെൻസ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് റൂൾ നമ്മൾ പറഞ്ഞു. എന്താ? അസറ്റ് എന്നുള്ള എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ക്ലിയർ. ലാസ്റ്റ് റൈറ്റ് ജേണൽ എൻട്രി ആണ്. അപ്പോൾ ഒരു കോളം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് വരുന്നത് റെൻ്റ് എക്സ്പെൻസ് ആണ്. അങ്ങനെ ക്ലിയർ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടെ പറയാം. നമുക്ക് എന്താണ്? റെൻ്റ് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്താണ്? ഒരു അസറ്റാണ്. അത് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നത്തിങ് ഗ്രേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു നോട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. എക്സ്പെൻസുകൾക്കും അഥവാ പല നാച്ചുറൽ അണ്ടറിൽ വരുന്ന എക്സ്പെൻസുകൾ, ഇൻകം, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇതിനൊക്കെ എന്താണ്? എക്സാമ്പിളുകളാണ്. പലരും ചോദിക്കാറുണ്ട്, ക്യാപിറ്റലും ലയബിലിറ്റിയും ഒരേ റൂൾ തന്നെയല്ലേ, അത് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചാൽ നത്തിങ് ഗ്രേറ്റ്. രണ്ടിനും ഒരേ റൂൾ തന്നെയാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റേർണൽ ലയബിലിറ്റിയാണ്, നമ്മൾ പറഞ്ഞിരുന്നു മുൻ ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്റ്റേണൽ, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളോടുള്ള ലയബിലിറ്റിയെ ക്യാപിറ്റൽ എന്നും മറ്റേത് ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റിയെ ലയബിലിറ്റീസ് എന്നും പറയും. അപ്പോൾ ഇവിടെ കുറേ എക്സാമ്പിളുകളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. പർച്ചേസ്, കാരേജ് ഇൻവോയ്സ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഫ്രൈറ്റ് ചാർജ്, വേജസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ട്രാവലിംഗ് ചാർജ്, പോസ്റ്റേജ് ആൻഡ് കൊറിയർ, ടെലിഫോൺ ബില്ല്, ഇൻഷുറൻസ്, ന്യൂസ് പേപ്പർ, ഇലക്ട്രിസിറ്റി, റെൻറ്റ്, സാലറി, ഡിസ്കൗണ്ട് അലോഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിപ്രീസിയേഷൻ, ബാങ്ക് ചാർജ്, കമ്മീഷൻ, ബാഡ് ഡെപ്റ്റ് എക്സെട്ര. ഇനി ഇൻകത്തിന് എക്സാമ്പിൾ: കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, സെയിൽസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അതുപോലെ തന്നെ അസറ്റ്, ക്യാഷ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, പ്ലാന്റ്, ലൈവ് സ്റ്റോക്ക്, റെയിൽവേ സൈഡിങ്. ഓക്കെ അല്ലേ? ലൈവ് സ്റ്റോക്കിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് നമ്മുടെ മുന്നത്തെ വീഗാലാൻഡിലെ ആനക്കുട്ടി ഉണ്ടായിരുന്നില്ല, അതുപോലെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ അലങ്കാരത്തിന് വേണ്ടി ആനയെ അല്ലെങ്കിൽ മറ്റു അടിപൊളി ഡോഗിനൊക്കെ എന്ത് ചെയ്യാണ്? ഒരു വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു സിംഹത്തിന് അല്ലെങ്കിൽ ഒരു പുലിനെ എന്ത് ചെയ്യാണ്? വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ്, പുലിനെ എന്ത് ചെയ്യാണ്? ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അട്രാക്ഷന് വേണ്ടിയിട്ട് വളർത്തുന്നുണ്ട്. ഒരു കൂട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ലൈവ് സ്റ്റോക്കാണ്. റെയിൽവേ സൈഡിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ നമ്മുടെ വലിയ വലിയ കമ്പനികൾ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവരുടെ കമ്പനി വരെ അവരെന്ത് ചെയ്യും? പാളം അവരെന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവും, സ്ഥലം എടുത്ത് അവരെന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫുൾ കോസ്റ്റ് അവർക്കാണ് വരിക. അതിന് റെയിൽവേ സൈഡിങ് എന്നാണ് പറയുക. പിന്നെ ലയബിലിറ്റി, ക്രെഡിറ്റർ, ബിൽസ് പേബിൾ, ബാങ്ക് ഓഡാഫ്റ്റ്, ഡിബഞ്ചർ എക്സെട്ര. അതുപോലെ ക്യാപിറ്റലാണ് ഓണേഴ്സ് ഫണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് ഓണേഴ്സ് ഫണ്ട്. ജസ്റ്റ് വായിച്ചുകൂടാ. നമ്മളൊന്നുകൂടെ റൂള് നോക്കുകയാണ്. എന്തായിരുന്നു റൂള്? അസറ്റ്, എക്സ്പെൻസ്, അതുപോലെ ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, യാ. സ്റ്റെപ്സ് ഫോർ ജേർണലൈസിങ്. ടു റൈറ്റ് ജേർണൽ എൻട്രി വൺ മസ്റ്റ് ഫോളോ 5 സ്റ്റെപ്സ് ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ദ 2 ഹെഡ്സ് ആണ്. രണ്ടാമത്തെ ഏതാ പറയുന്നത്? ഐഡൻറ്റിഫൈ ദ നാച്ചർ ഓഫ് 2 ഹെഡ്സ്. പിന്നെ ഐഡൻറ്റിഫൈ ദ ഇഫക്റ്റ്. ഇറ്റ് മീൻസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. പിന്നെ അതിൻ്റെ റിസൾട്ട് മേ ബി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഫൈനലി റൈറ്റ് ദ ജേർണൽ എൻട്രി. നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം ചെയ്യാം. റൈറ്റ് ജേർണൽ എൻട്രീസ് യൂസിങ് ദ 5 സ്റ്റെപ്സ്. കുറച്ച് നമ്മൾ എന്ത് ചെയ്യും? 5 സ്റ്റെപ്സ് ഇങ്ങനെ ഫോളോ ചെയ്യൂട്ടാ. എന്നിട്ടൊരു റേഞ്ച് എത്തിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട? വേണ്ട, ഓട്ടോമാറ്റിക് വന്നോളും ജേർണൽ എൻട്രി. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോകണം. ഓക്കെ, നമ്പർ 1. ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല കുട്ടികളും ജേർണൽ എൻട്രീസൊക്കെ ബൈ ഹാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏറെക്കുറെ കുട്ടികൾ അവർക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇനി ഒന്നുകൂടെ കുറച്ചും കൂടെ ആഴത്തിലുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അത്തരം കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈ എന്നുള്ള
ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തിക്കൊണ്ട് പഠിക്കുന്നത്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓണർ 40,000. ഇതിൽ 2 ഹെഡുകൾ നിങ്ങൾക്കൊക്കെ അറിയാതാ, ക്യാഷും അതുപോലെ തന്നെ ക്യാപിറ്റലും. ക്യാഷ് എന്താണ്? അസറ്റാണ്. ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ത് ചെയ്യും? കൂടും. ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ എന്താണ്? ലാബിലിറ്റിയാണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് റൂൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിക്കോട്ടെ ലാബിലിറ്റി ആയിക്കോട്ടെ, ഇൻക്രീസ് ചെയ്താൽ രണ്ടിൻ്റെ ഒരേ റൂളാണല്ലോ. ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജനറൽ എൻട്രി എന്ത് വരിക? ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു ക്യാപിറ്റൽ. മനസ്സിലായോ? ഇല്ലെങ്കിൽ നോക്കാം. സാലറി പെയ്ഡ് ഉണ്ട്. ഏതൊക്കെ 2 ഹെഡ്? സാലറിയും ക്യാഷും. പർച്ചേസ് ഗുഡ്സ് ഫോർ സെയിൽസ് ആണ്. അപ്പോൾ ഏതാ? പർച്ചേസും ക്യാഷും. സോൾഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ക്യാഷും സെയിൽസും. പർച്ചേസ് ഫർണിച്ചർ, അപ്പോൾ ഫർണിച്ചറും ക്യാഷും. ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, അപ്പോൾ ബാങ്കും ക്യാഷും. സോൾഡ് ഗുഡ്സ് ടു ഷാജഹാൻ. അപ്പോൾ സാധാരണ 4-ാമത്തേതിന് സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ക്യാഷും സെയിൽസും ആണെങ്കിൽ ഇവിടെ ഏതാ? ഷാജഹാനും സെയിൽസും വരും. പർച്ചേസ് ഗുഡ്സ് ഫ്രം സുജിത്ത്, അപ്പോൾ പർച്ചേസും സുജിത്തും. ഓക്കെ അല്ലേ? പർച്ചേസ് ക്യാഷാണ്, പേരല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് ഞാൻ പറഞ്ഞു, മുൻപത്തെ പാർട്ട് കേൾക്കാതെ ഇവിടെ വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ബ്ലർന്ന് പോകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. ബേസ്ഡ് ഓൺ ദ എബോവ് ട്രാൻസാക്ഷൻ ഡോട്ട് ടേബിൾ ടു ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ. നോക്കാം. ഒരു ടേബിൾ വരയ്ക്കുകയാണ്. ട്രാൻസാക്ഷൻ, ഹെഡ് അല്ലെങ്കിൽ അക്കൗണ്ട്സ്, നാച്ചർ, ഇഫക്റ്റ്, റിസൾട്ട്. റിസൾട്ട് പറയുമ്പോൾ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം ക്യാപിറ്റൽ എന്താ? നാച്ചർ എന്താണ്? ക്യാപിറ്റൽ തന്നെയാണ്. അല്ലെങ്കിൽ ലാബിലിറ്റി നിങ്ങളവിടെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം രണ്ടിനും ഒരു റൂളാണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞില്ല. ഓക്കെ, ക്യാഷ് എന്നുള്ളത് എന്താണ്? അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളത് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് സ്പീഡിൽ പോകും, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. അടുത്തത് സാലറി പെയ്ഡ് ആണ്. അപ്പോൾ സാലറിൻ്റെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? സാലറി എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ക്യാഷ് ഉണ്ട്. സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് അസറ്റാണ്. ക്യാഷ് എപ്പോഴും അസറ്റാണ്. സാലറി കൊടുത്താലും റെൻ്റ് കൊടുത്താലും എപ്പോഴും ക്യാഷ് തന്നെയാണ്, അസറ്റാണ്. അസറ്റ് എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറയും. അപ്പോൾ എന്ത് ചെയ്യണം? റൂൾ എന്താ? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത പർച്ചേസ് ഗുഡ്സ് ഫോർ സെയിൽസ് ആണ്. അപ്പോൾ പർച്ചേസ് ആണ് വരിക. പർച്ചേസ് എക്സ്പെൻസ് ആണ്, ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്നുള്ള അസറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറയും. ഓക്കെ, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് എന്നുള്ള അസറ്റ് ഡിക്രീസ് ആണ്. അത് തെറ്റിയുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. അത് കറക്റ്റാണ്. ക്യാഷ് എന്നുള്ള അസറ്റ് ഇൻക്രീസ് അല്ല, ഡിക്രീസ് ആണ്. ക്ലിയർ. അടുത്ത് സോൾഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ക്യാഷ് സെയിൽസ് വരുന്നുണ്ട്. സെയിൽസ് ഇൻകാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ചെയ്യണം. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? സെയിൽ ചെയ്താൽ നിങ്ങളുടെ ഇൻകം കൂടും എന്നല്ല പറയുക, കുറയും എന്ന് പറയില്ലല്ലോ. ഓക്കെ, ഇൻകം ഇൻക്രീസ് ചെയ്താൽ എന്തുകൊണ്ട് സാർ ക്രെഡിറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ റൂളുണ്ട് ട്രാൻസാക്ഷൻ്റെ. എന്തായിരുന്നു? ജേർണലൈസ് ചെയ്യുന്ന റൂൾ എന്തായിരുന്നു? അസറ്റ് എക്സ്പെൻസ് ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. ലാബിലിറ്റി ഇൻകം ക്യാപിറ്റൽ എന്താണ്? ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ്. അപ്പോൾ ഇവിടെ സെയിൽസ് എന്നുള്ള ഇൻകം ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? സെയിൽ ചെയ്താൽ ക്യാഷ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. അടുത്ത പർച്ചേസ് ഫർണിച്ചറാണ്. അപ്പോൾ ഫർണിച്ചർ എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഒപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ബാങ്ക് എന്നുള്ള അസറ്റ് ബാങ്കിൽ കൂടും, ക്യാഷ് കുറയും. അപ്പോൾ ബാങ്ക് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തും എന്ത് ചെയ്യുന്നു? അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത പറയുന്നത് എന്താ? സോൾഡ് ഗുഡ്സ് ടു ഷാജഹാൻ. അപ്പോൾ ഷാജഹാൻ എന്നുള്ളത് എന്താണ്? ആദ്യം സെയിൽസ് വരും. സെയിൽസ് ഇൻകാണ്. ഇൻകം ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഷാജഹാൻ എന്നുള്ളത് എന്താണ്? അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഇവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഇൻകാണ്. ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ഷാജഹാൻ എന്നുള്ള അസറ്റ് എന്താണ്? ഇൻക്രീസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, തെറ്റിയുണ്ട്, സോറി. സെയിൽസ് ഇൻകമാണ്, അതുവരെ കറക്റ്റാണ്. ഇൻകം ഇൻക്രീസ് തന്നെയാണ്. ഷാജഹാൻ അസറ്റാണ്, ഇൻക്രീസ് ആണ്. ഓക്കെ, രണ്ട് ഇൻക്രീസ് തന്നെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ സെയിൽസ് എന്നുള്ള ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ഷാജഹാൻ എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താ? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യാം. അടുത്ത് പർച്ചേസ് ഗുഡ്സ് ഫ്രം സുജിത്താണ്. പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. സുജിത്ത് എന്നുള്ളത് നമ്മുടെ ലാബിലിറ്റിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു സുജിത്ത് എങ്ങനെയാണ് ലാബിലിറ്റി ആവുക? നിങ്ങൾ കടത്തിന് ഒരാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചാൽ ആ പൈസ കൊടുക്കാനുള്ള ആൾ നിങ്ങളുടെ ലാബിലിറ്റി അല്ലേ? ഓക്കെ, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രീസ് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ അല്ലേ? ഇതിൻ്റെ ജേണൽ എൻട്രീസ് പോകുന്നതിന് മുൻപ് നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ജേണൽ എൻട്രി എന്താ വരിക? ആദ്യം ഡെബിറ്റ്, ഡാഷ് അക്കൗണ്ട് അപ്റ്റർ ടു
ഡാഷ് എന്നാണ്. ഡെബിറ്റിന് എന്ത് ചെയ്യുക, അവിടെ ഫില്ല് ചെയ്യുക. 2 എന്ന് പറഞ്ഞ് ക്രെഡിറ്റിനെ ഫില്ല് ചെയ്യുക. അപ്പോൾ അവിടെ ഡെബിറ്റ് ഏതാ, ക്യാഷ്. അപ്പോൾ ജനറൽ എൻട്രി എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അടുത്ത ട്രാൻസാക്ഷൻ്റെ എൻട്രി സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സാലറിയാണ് എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. ക്യാഷിനാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ അടുത്ത ട്രാൻസാക്ഷനിലെ ഏതാ, പർച്ചേസിനാണ് എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്ന ഏതാണ്, ക്യാഷിന്. അപ്പോൾ എൻട്രി എന്താ വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അടുത്ത സോൾഡ് ഗുഡ്സ് ആണ്. സെയിൽസിനെയാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്യാഷിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചിലർ ചോദിക്കാറുണ്ട്, സാർ ഇവിടെ ആദ്യം ക്യാഷ് അല്ലേ, പിന്നെ ഇവിടെ സെയിൽസ്, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ആദ്യം ക്യാഷ് എഴുതിയാൽ കുഴപ്പമില്ല, പക്ഷേ ഡെബിറ്റ് ചെയ്യുന്നത് ആദ്യം ആവണം. ഓക്കെ, നിങ്ങൾ കൊണ്ടുപോയി പുട്ട് ചെയ്യുമ്പോൾ ഏതാണോ ഡെബിറ്റ് അതിന് ആദ്യം എഴുതണം, ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ ഇവിടെ ഏത് എഴുതണം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. പർച്ചേസ് ഫർണിച്ചറാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. കറക്റ്റ് അല്ലേ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഷാജഹാന് സെയിൽ ചെയ്താലല്ലേ, ഇവിടെ നമ്മൾ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഷാജഹാനാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഡെബിറ്റാണ്. സെയിൽസാണ് എന്ത് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രി എന്താ വരിക, ഷാജഹാൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. പർച്ചേസ് ഗുഡ്സ് ഫ്രം സുജിത്താണ് എൻട്രി. പർച്ചേസിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, സുജിത്തിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സുജിത്ത്. ഓക്കെ, നമുക്ക് ജേണൽ എൻട്രി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്യാപിറ്റൽ കൊണ്ടുവന്നു, എൻട്രി എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. നമ്മൾ നരേഷൻ എഴുതി എന്താണ്, ബീയിങ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. എന്താണോ നിങ്ങളുടെ ട്രാൻസാക്ഷൻ അതിനൊന്ന് ചുരുക്കി എഴുതുന്നതാണ് എന്ത്, നരേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത സാലറി പേയ്മെൻറ്റ് നടത്തിയാൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പിന്നെ അടുത്ത പർച്ചേസ് ചെയ്താൽ ക്യാഷിനാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അതേപോലെ സെയിൽ ചെയ്തു ക്യാഷിനാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ബീയിങ് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, നരേഷൻ എഴുതിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഷാജഹാൻ സെയിൽ ചെയ്തു, അപ്പോൾ എൻട്രി ഷാജഹാൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. പർച്ചേസ് ഫ്രം സുജിത്ത് ക്രെഡിറ്റ് ആണ്, അപ്പോൾ എന്താ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സുജിത്ത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 7ഉം 8ഉം ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഷാജഹാൻ കടത്തിന് സാധനം വിറ്റുകൊണ്ടാണ് ഷാജഹാൻ എന്നുള്ള പേര് വന്നത്. ക്യാഷ് ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതുമായിരുന്നു, ക്യാഷ് എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇവിടെ ഷാജഹാൻ എന്നുള്ള ഡെപ്റ്ററാണ്. ഡെപ്റ്റർ എന്താണ്, അസറ്റാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഡെപ്റ്റർ അസറ്റാണ്. അത് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് സെയിലാണെങ്കിൽ എൻട്രി എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ആർക്കാണോ വിറ്റത് അയാളുടെ പേര് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഷാജഹാൻ ആണെങ്കിൽ ഷാജഹാൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ. മുംതാസിനാണെങ്കിൽ മുംതാസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. രാമൻകുട്ടിക്കാണെങ്കിൽ രാമൻകുട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അതേപോലെ പർച്ചേസ് ചെയ്ത ക്യാഷിനാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സാർ എന്തുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുന്നതെന്ന് ചോദിക്കുമോ. പർച്ചേസ് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. റൂള് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഡിക്രീസ്, അസറ്റ് എന്നുള്ള ക്യാഷ് എന്താവും, ഡിക്രീസ് ആവും. അപ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് പർച്ചേസ് ടു ക്യാഷ്. ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് പർച്ചേസ് ടു, ആ ക്രെഡിറ്ററുടെ പേര് ആരാണ്, സുജിത്ത്. നമുക്ക് ലാബിലിറ്റിയാണ്. സുജിത്തിന് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത് സാർ, ഒന്നുമില്ല, സുജിത്ത് നമ്മുടെ എന്താണ്, ലാബിലിറ്റിയാണ്, ക്രെഡിറ്ററാണ്, പൈസ കൊടുക്കാനുള്ള ആളാണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ക്രെഡിറ്റഡ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സുജിത്ത്. ഒരു റേഞ്ച് എത്തിയാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് ജേണൽ എൻട്രി എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, സാലറി കൊടുത്ത എൻട്രി സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പർച്ചേസ് ചെയ്ത എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പർച്ചേസ് ചെയ്ത ക്രെഡിറ്റിനാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ. ഇങ്ങനെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്താൽ പറ്റില്ല, ബൈ ഹാർട്ട് ചെയ്യരുത്. ഓക്കെ അല്ലേ. പക്ഷെ നിങ്ങൾ ലോജിക്ക് വൺസ് മനസ്സിലാക്കി പിന്നെ ഒരു റേഞ്ച് എത്തിയാൽ പെട്ടെന്ന് എൻട്രി വന്നോളൂ. സെയിൽ ചെയ്ത എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ ചോദിക്കുകയാണ് സാർ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്യാഷിൻ്റെ ഡെബിറ്റും സെയിൽസിൻ്റെ ക്രെഡിറ്റും ചെയ്തത്. അപ്പോൾ പറയേണ്ടതാണ് ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, സെയിൽസ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതേതാ റൂള്, ആ റൂൾസ് ഫോർ ജേർണലൈസിങ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ റൂള് പിന്നെയും നിങ്ങളെ വെറുപ്പിക്കുകയാണ്. അസറ്റ് എക്സ്പെൻസ് ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഇൻകം ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്താൽ നേരെ തിരിച്ചാണ് ക്രെഡിറ്റ്, മറ്റേ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ്. സുബീഷ് കമൻസ്ഡ് ബിസിനസ്, സെൽഫ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാനുള്ളതാണ്. സുബീഷ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഏതൊക്കെയാണ് ഹെഡ് വരിക, ക്യാഷും അതുപോലെ തന്നെ ക്യാപിറ്റലും. ഓപ്പൺഡ് ബാങ്ക്, ബോട്ട് ഓഫീസ്, ഫർണിച്ചർ, ബോട്ട് മെഷീനറി, പെയ്ഡ് ക്യാരേജ് എക്സ്പെൻസ് ആണ്. പർച്ചേസ്, സെയിൽസ്, പെയ്ഡ് വേജസ്, ഇലക്ട്രിസിറ്റി. യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. തൊട്ട് മുൻപ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടേബിൾ വരച്ചിരുന്നു. ഓക്കെ, അഥവാ ആദ്യം ട്രാൻസാക്ഷൻ എഴുതുക, പിന്നെ നമ്മുടെ സ്റ്റെപ്പുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്,
ഐഡൻറ്റിഫൈ 2 ഹെഡ്സ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ്? ഈ ഹെഡിൻ്റെ നാച്ചുറൽ എഴുതാണ്. തേർഡ് സ്റ്റെപ്പ് ഏതാണ്? ഇത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് ഏതാ? അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് കണ്ടെത്തുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഏതാ? ജേണൽ ചെയ്യുക. അങ്ങനെ മൊത്തം ചെയ്യാനാണ് പറയുന്നത്. പ്ലസ് ജേണലും പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേൽ എ പറയുന്നത് ഏതാണ്? ഡെബിറ്റും ക്രെഡിറ്റും കണ്ടിട്ടുള്ള ടേബിൾ വരയ്ക്കുക. പിന്നെ ബി പറയുന്നത് ജേണൽ എൻട്രി. എന്താണോ ഡെമോൺസ്ട്രേഷൻ 1 ചെയ്ത് അതന്നെ. ഓക്കെ, നമുക്ക് ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 2 നോക്കാം. ഐഡൻറ്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആൻഡ് പാസ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഡെബിറ്റും ക്രെഡിറ്റും കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? ജേണൽ ചെയ്യുക. അത് നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടെത്തണമെങ്കിൽ നമ്മൾ 5 സ്റ്റെപ്പ് ഫോളോ ചെയ്യണം പറഞ്ഞു. ഓക്കെ അല്ലേ? ഏതൊക്കെയായിരുന്നു സ്റ്റെപ്പ് പറയണം? ഇനി വേണ്ട. യതീഷ് ചന്ദ്ര കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 500 1/1/2019. 500 രൂപയ്ക്ക് ബിസിനസ്. നമുക്ക് ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്പർ, ഹെഡ്, ഫസ്റ്റ് സ്റ്റെപ്പ് അറിയില്ലേ? നാച്ചുറാണ് അടുത്ത്, ഇഫക്റ്റ്, റിസൾട്ട്. അപ്പോൾ ഹെഡ്, നാച്ചുർ, ഇഫക്റ്റ്, റിസൾട്ട്. അതിങ്ങനെ മനസ്സിൽ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ബൈ ഹാർട്ട് ചെയ്യേണ്ട വരില്ല. നമ്മൾ കുറേ ചെയ്ത് വന്നാലും എന്ത് ചെയ്തോളും? സെറ്റായിക്കോളും. നമുക്ക് നോക്കാം. യതീഷ് ചന്ദ്ര എന്ത് ചെയ്യാണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ എന്നുള്ള ലയബിലിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതാം. സ്റ്റെപ്പ് 5 ആണ് ജേണൽ എൻട്രി. ഡേറ്റ് ഇടുന്ന ആദ്യം. ഓക്കെ, ഡേറ്റ് പർട്ടിക്കുലർ LF, ഡെബിറ്റ് ക്രെഡിറ്റ്, ഡേറ്റ് 1/1/2019 എഴുതി. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ ആണ്. ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ യതീഷ് ചന്ദ്ര. ആരാണ്? ബീയിങ് എന്ന് ചേർക്കുക, ശ്രദ്ധിക്കണം. അതുപോലെ നെരേഷൻ എഴുതാൻ മറക്കരുത്. എ ജേണൽ എൻട്രി വിത്തൗട്ട് നെരേഷൻ ഈസ് നോട്ട് വാലിഡ് എന്നാണ് പറയുന്നത്. ഒരു ജേണൽ നെരേഷൻ ഇല്ലാതെ എന്തല്ല? വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. എമൗണ്ട് 12 lakh ആണ്. ഡെബിറ്റിനും ക്രെഡിറ്റിനും നേരെ എഴുതി. ഓക്കെ, അടുത്ത നമ്പർ 2 ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആണ്. നോക്കാം ഏതൊക്കെ വരിക. ബാങ്ക് അസറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് എന്നുള്ള അസറ്റ് കൂടും, ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യും? കുറയും. ദാറ്റ്സ് ഓൾ. ബാങ്ക് എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്ത്? ഡിക്രീസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഡേറ്റ് ഒക്കെ എഴുതി. ജേണൽ എൻട്രി എന്താ പറയുക? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. നരേഷൻ ബീയിങ് ദ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺഡ്. ഓക്കെ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എന്ത് ചെയ്യുക? ഷോർട്ടാക്കിയിട്ട് എഴുതുക. എത്ര എമൗണ്ട് പറയുന്നത്? 150. ഓക്കെ, ഇവിടെ ചെറിയ തെറ്റുണ്ട്. ക്യാപിറ്റൽ കൊണ്ടുവന്നത് എത്രയാണ്? 12 lakh അല്ല, എത്രയാണ്? 500 ആണ്. സോറി, നോട്ട് ചെയ്തോളൂ. അടുത്ത് മൂന്നാമത്തെ ബോട്ട് ഓഫീസ് ഫർണിച്ചർ എത്രയാണ്? 40. അപ്പോൾ ഓഫീസ് ഫർണിച്ചർ ആകുമ്പോൾ ഫർണിച്ചർ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഫർണിച്ചർ എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്യാഷ് എന്നുള്ള അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ബീം ഫർണിച്ചർ ബോട്ട് എമൗണ്ട് 40. അടുത്ത ട്രാൻസാക്ഷൻ ബോട്ട് മിഷനറി ഫേം കിർലോസ്കർ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഹെഡ് വരാം? മിഷനറിയും വരും, കിർലോസ്കറും വരും. മിഷനറി അസറ്റാണ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യണം. കിർലോസ്കർ നമ്മുടെ ലയബിലിറ്റിയാണ്, പൈസ കൊടുക്കേണ്ട അവർക്ക്. ഓക്കെ, ക്രെഡിറ്റർ എന്ന് വിളിക്കും. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി മിഷനറി അക്കൗണ്ട് അപ്റ്റർ ടു കിർലോസ്കർ എമൗണ്ട് 75. അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് ക്യാരേജ് ആണ്. ക്യാരേജ് എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അസറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. അപ്പോൾ എൻട്രി എന്താ വരാം? ക്യാരേജ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, എമൗണ്ട് എഴുതാം. അടുത്ത എമൗണ്ട് പറയുന്നത് പർച്ചേസ് ഗുഡ്സ് ആണ്. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് നിങ്ങളുടെ അതേസമയം എന്ത് ചെയ്യും? ക്യാഷ് എന്നുള്ള അസറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എമൗണ്ട് 20. അടുത്ത ബോട്ട് ഗുഡ്സ് ഫ്രം തോമസ് ആൻഡ് കമ്പനി. ബോട്ട് എന്ന് പറയുമ്പോൾ പർച്ചേസ് തന്നെയാണ്. അപ്പോൾ പർച്ചേസും തോമസ് ആൻഡ് കമ്പനിയും വരും. തൊട്ട് മുൻപത്തെ ട്രാൻസാക്ഷനിൽ പർച്ചേസും ക്യാഷ് ആണെങ്കിൽ ഇവിടെ പർച്ചേസും തോമസ് ആൻഡ് കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ പർച്ചേസ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. തോമസ് ആൻഡ് കമ്പനി എന്താ? നമ്മുടെ ലയബിലിറ്റിയാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു തോമസ് ആൻഡ് കമ്പനി എമൗണ്ട് 100. ഓക്കെ, അടുത്ത പറയുന്നത് ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? മക്കളെ ലോജിക്ക് അപ്ലൈ ചെയ്യും. ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ സെയിൽസ് ഇൻകം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യും. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ. ആരെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. ക്രെഡിറ്റ് ചെയ്യുന്നത് സെയിൽസിന് 200. അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി ആണ്. സിമ്പിളാണ്. സാലറി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, സാലറി ഡെപ്റ്റർ ടു ക്യാഷ് എമൗണ്ട് 30. ഓക്കെ, ലാസ്റ്റ് പെയ്ഡ് ഇലക്ട്രിസിറ്റി ആണ് പറയുന്നത്. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അസറ്റ് ഡിക്രീസ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ ക്യാഷ് കൂടുമോ? ഇല്ലല്ലോ, കുറയല്ലേ ചെയ്യാം. ഓക്കെ, ഇലക്ട്രിസിറ്റി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. യെസ് ബ്രോ, സമ്മതിക്കാം. ഐ ഹാവ് എ ബിഗ് ഡൗട്ട്. ഇതേ പിന്നെയും ഡൗട്ടായിട്ട് തോന്നും. ആസ്ക് മീഡിയ വൈ ഈസ് ഇൻ ദാറ്റ് ഓൾ അവർ ഹാർഡ് വർക്ക് ആർ നോട്ട് റിട്ടേൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സമത് പറയുന്നത്
രമേശേ, നമ്മളിപ്പോൾ എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ പുതിയ ഷോപ്പ് ജോയ് സാർക്ക് വേണ്ടി എത്രയോ നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ അക്കൗണ്ട്സിൽ എഴുതി വെക്കില്ല എന്ന് ചോദിച്ചാൽ പറയാണ്, എന്തുകൊണ്ടാണ് എഴുതി വെക്കാത്തതെന്ന് സമ്മതി വെച്ചപ്പോൾ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് കൂടെ പഠിക്കണം. നമ്മളിവിടെ പാർട്ട് 2-ൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പഠിച്ചിരുന്നു. ബിസിനസ് വേറെയാണ്, ഓണർ വേറെ, ഒരു കൺസെപ്റ്റ്. പാർട്ട് 3-ൽ നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ഡബിൾ എൻട്രി കൺസെപ്റ്റ് പഠിച്ചിരുന്നു. ക്ലിയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണെന്ത്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അഥവാ പണത്തെക്കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന, ഓക്കെ അല്ലേ, പണം ഉണ്ടാവണമെന്നൊന്നുമില്ല, ക്യാഷ് ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷേ ക്യാഷിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഭാവിയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ കിട്ടാനോ ഒക്കെ ഉണ്ടാവുന്ന ഓക്കെ ആയിട്ടുള്ള ട്രാൻസാക്ഷനെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിൽ ഇതാക്കുകയുള്ളൂ. അതോ ട്രാൻസാക്ഷൻ വിച്ച് ആർ റെക്കോർഡഡ് ഇൻ റൂളിംഗ് കറൻസി ഓഫ് ദ കൺട്രി. ഇന്ത്യയിൽ റുപ്പീസ്, ഡോളറിലാവും US, അത്രേ ഉള്ളൂ. റുപ്പീസ് നമുക്കറിയാം, നമ്മുടെ ഫുൾ ഫോർമാറ്റിൽ എന്താ റുപ്പീസാണ്. ഇതന്നെ US പോകണമെങ്കിൽ റുപ്പീസ് മാറി എന്താവും, ഡോളറോ, അത്രേ ഉള്ളൂ. ദ നോൺ മോണിറ്ററി ഐറ്റം ലൈക്ക് സ്കിൽഡ് ലേബർ. ഇവർ രണ്ടുപേരും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് അല്ലേ, അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലേ. ഹോണസ്റ്റ് ഓഫ് എംപ്ലോയി, സമത് ഭയങ്കര ഹോണസ്റ്റാണ്. ഡസൻ കൺസിഡർ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതൊന്നും ബുക്സിൽ എന്ത് ചെയ്യില്ല, കാണിക്കില്ല. വൈ എന്ന് വെച്ചാൽ ഓൺലി വൺ ആൻസർ, ഏതാ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എക്സാമ്പിൾ ഓഫ് ഐറ്റം ദാറ്റ് cannot be recorded as accounting transaction because they cannot be expressed in the terms of money. താഴെ പറയുന്ന കുറച്ച് എക്സാമ്പിളുകൾ നമ്മൾ അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്യാറില്ല. കാരണം അത് മോണിറ്ററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്പർ 1, എംപ്ലോയിയുടെ സ്കിൽ ലെവൽ, വർക്കിംഗ് കണ്ടീഷൻ, എക്സ്പെക്റ്റഡ് റീസെയിൽ വാല്യൂ ഓഫ് പാറ്റൻറ്റ്, പ്രൊഡക്റ്റ് ഡ്യൂറബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ദ ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സപ്പോർട്ട് ഓർ ഫീൽഡ് സർവീസ്. അല്ലെ, കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട്, അത് നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കുമോ ഇല്ല, ബിക്കോസ് മണി മെഷർമെൻറ്റ്. ദ എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സാണ്. അഡ്മിനിസ്ട്രേഷനും നമ്മുടെ ഒരു ബിസിനസ് ആവും, ടാറ്റയുടെ അഡ്മിനിസ്ട്രേഷൻ സൂപ്പറാണ്. പക്ഷേ ടാറ്റയുടെ അക്കൗണ്ട്സ് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ കഴിയില്ല, ടാറ്റയുടെ അഡ്മിനിസ്ട്രേഷൻ കാണാൻ പറ്റില്ല. റിലയൻസിൻ്റെ ജിയോ സെറ്റാണ്, ഭയങ്കര വലിയ കമ്പനിയാണ്. അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന അംബാനിയുടെ ആ ഹാർഡ് വർക്ക് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യോ ഇല്ല, ബിക്കോസ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ചെക്ക് യുവർ പ്രോഗ്രസ്. നമുക്കതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. ഇൻ എ മീറ്റിംഗ് ദ ജനറൽ മാനേജർ അപ്രീഷിയേറ്റ് ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അച്ചീവ് 25 lakh സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ 2015. ഒരു മീറ്റിങ്ങിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് മിസ്റ്റർ കുട്ടപ്പൻ, ആ കുട്ടപ്പനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ജനറൽ മാനേജർ അപ്രീഷിയേറ്റ് ചെയ്യണം. 25 ലക്ഷമാണ് സെയിൽസ് ഉണ്ടായത്. ബട്ട് ദിസ് ആക്ടിവിറ്റി ഓഫ് ജനറൽ മാനേജർ ഇസ് നോട്ട് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് ദ ബിസിനസ്. നമുക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാൻ പറ്റുമോ, അപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു ക്യാഷ്, അങ്ങനെ എഴുതാൻ പറ്റുമോ? ഓക്കെ, പറ്റില്ല. ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓൺ ദി ബേസ് ഓഫ് വിച്ച് ദീസ് ആക്ടിവിറ്റി ഇസ് നോട്ട് റെക്കോർഡഡ്. ഈ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാത്ത കാരണം കാണിക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അടുത്ത്, രാജേഷ് ഈസ് എ മാനേജർ വിത്ത് ഗ്രേറ്റ് എക്സ്പേർട്ട് ഇൻ മാനേജ്മെൻറ്റ്. രാജേഷ് ഭയങ്കര എക്സ്പേർട്ടാണ്, ഭയങ്കര പവറാണ്, നല്ല ഹാൻഡ്ലിങ് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ആളാണ്. ലീഡിങ് ഹിസ് ഫേം വെരി വെൽ, ബിസിനസ്സിനെ നന്നായി നയിക്കുന്നുണ്ട്. ബട്ട് ഹിസ് എക്സ്പേർട്ടൈസ് ഡസ് നോട്ട് ഫൈൻഡ് പ്ലേസ് ഇൻ ദി അക്കൗണ്ടിങ് റെക്കോർഡ് ഓഫ് ദ ഫേം. ബിസിനസ്സിൻ്റെ എന്ത് ഫയലെടുത്ത് പരിശോധിച്ചാലും ആരെ ഇത് കാണില്ല, ഇയാളുടെ എക്സ്പെർട്ടീസും കാണില്ല. ഈസ് ഇറ്റ് ജെന്യുവിൻ അക്കോർഡിംഗ് ടു ദി റൂൾ ഓഫ് അക്കൗണ്ടിങ്? നേരല്ലേ? നേരാണ്, യെസ്, ജെന്യുവിനാണ്. അതെ, അതോ എക്സ്പേർട്ടീസും നമ്മളെവിടെ എന്ത് ചെയ്യില്ല, കാണിക്കില്ല. അടുത്ത ബി, സ്റ്റേറ്റ് യുവർ ആൻസർ വിത്ത് ദ റീസൺ. അതിൻ്റെ കാരണമൊന്നുമില്ല, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് അഥവാ രാജേഷ് എന്നുള്ള മാനേജറുടെ എക്സ്പെർട്ടൈസ് എന്നുള്ളത് വി ക്യാനോട്ട് മെഷർ ഇൻ മോണിറ്ററി ടേംസ്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഷുഡ് നോട്ട് ബി കൺസിഡർ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ മക്കളെ, നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്, ഹാപ്പി അല്ലേ? പ്രിപ്പയർ 20 ട്രാൻസാക്ഷൻ ഓഫ് എനി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ 20 ട്രാൻസാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഐഡൻറ്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പാസ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അടിയിൽ ഞാൻ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 2 ചെയ്തത് എങ്ങനെയാണോ അതുപോലെ എന്ത് ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് കൃത്യമായി പഠിക്കുക. ഇനി നമ്മളെ ജേണലിൻ്റെ പാർട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അടുത്ത പാർട്ടിൽ ജേണൽ പറയാൻ പോകുന്നത്, അഥവാ നമ്മളിപ്പോൾ 7th പാർട്ടാണ്. 8ാമത്തെ പാർട്ടും ജേണൽ 2 ആണ്. 7th പാർട്ട് ജേണൽ 1 ആണെങ്കിൽ
8th പാർട്ട് ജേണൽ 2 ആണ്. ജേണൽ 2ൽ നമ്മൾ നമ്മുടെ ഫോൺ സ്റ്റോറിൻ്റെ ഒരു റിയൽ ടൈമായിട്ടുള്ള എക്സാമ്പിൾ എടുത്ത് അവരുടെ അഥവാ ജോയ് സാറുടെ ബാംഗ്ലൂർ ഫോൺ സ്റ്റോറിൻ്റെ പുതിയ മൊബൈൽ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനൊക്കെ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി കഴിഞ്ഞിട്ട് അതിൻ്റെ അക്കൗണ്ട്സ് സമദിന് ചെയ്യാൻ വേണ്ടിയിട്ട് സമദിന് ഇതുപോലെ എന്ത് ചെയ്യാണ്, സുജിത്ത് ഒരു അസൈൻമെൻറ്റ് കൊടുക്കുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നത്. അഥവാ 90ഓളം ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ 8 പഠിച്ച് 90 ട്രാൻസാക്ഷൻ്റെ ജേണൽ എഴുതാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ക്ലാസ്സിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് വളരെ പെർഫെക്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് നോട്ട് എഴുതി കേട്ടതിന് ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, കിടക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പാർട്ടുമായി നമുക്ക് എന്ത് ചെയ്യാം, കാണാം.